പ്രൈസ് ദി ലോർഡ്. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എല്ലാ ചൊവ്വാഴ്ചകളിലും 7 മണിക്ക് നടക്കുന്ന ഈ വചന പഠനത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനും ആത്മീക ജീവിതത്തിൻ്റെ വളർച്ചയ്ക്കും നിത്യതയ്ക്കും വേണ്ടി നമ്മളെ ഒരുക്കുന്ന അനുഗ്രഹീതമായ ദൈവവചന പഠനവുമായി കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ റവറൻഡ് ഡോക്ടർ എം.എ. വർഗീസ് എല്ലാ ചൊവ്വാഴ്ചകളിലും നിങ്ങളെ ശുശ്രൂഷിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വചന പഠനം നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ ബെഥേൽ എ.ജി. ചർച്ചിൻ്റെ ചാനൽ ട്യൂൺ ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ആരാധന എല്ലാ ഞായറാഴ്ചകളിലും 7:45 പ്രഭാതത്തിൽ ആരംഭിക്കും. രണ്ടാമത്തെ സർവീസ് 10 മണിക്കും ആരംഭിക്കുന്നതാണ്. എല്ലാ പ്രഭാതങ്ങളിലും നിങ്ങളെ ശുശ്രൂഷിക്കുവാൻ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ റവറൻഡ് എബ്രഹാം വർഗീസ് പ്രയർ മൗണ്ടനിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നു. പ്രയർ മൗണ്ടൻ കാണുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അതിനും ഞങ്ങളുടെ ചാനൽ ട്യൂൺ ചെയ്യുക. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ വചന പഠനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുൻപ് ആരാധനയോടെ നമുക്ക് പ്രവേശിക്കാം. ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ജീസസ്. ഗ്ലോറി ടു ഗോഡ്. യേശുവിൻ്റെ രക്തത്താൽ ജയം. We worship you. ഞങ്ങളൊക്കെ ആരാധിക്കുന്ന പിതാവേ, thank you Jesus, thank you Lord, thank you Lord, thank you Lord, thank you. മാർവോടു ചേരട്ടെ ഞാൻ യേശുനാഥ, ഇന്നേരം നീയാണൻ എല്ലാം എല്ലാം, എന്നുമെന്നും എൻ പിതാവ്. നിൻ മാർവോട് ചേരട്ടെ ഞാൻ യേശുനാഥ, ഇന്നേരം നീയാണൻ എല്ലാം എല്ലാം, എന്നുമെന്നും എൻ പിതാവ്. ഞാനകന്നാലും നീ അകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. ഞാനകന്നാലും നീ അകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. എൻ്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. എൻ്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. നിൻ മാർവോട് ചേരട്ടെ ഞാൻ യേശുനാഥ, ഇന്നേരം നീയാണ് എല്ലാം എല്ലാം, എന്നുമെന്നും എൻ പിതാവ്. Thank you Lord, Yeshua. We worship you Lord. നീ സ്നേഹം നൽകി, നിൻ പ്രാണൻ നൽകി, എന്നെന്നും എന്നെ നിൻ പുത്രനാക്കി. നീ സ്നേഹം നൽകി, നിൻ പ്രാണൻ നൽകി, എന്നെന്നും എന്നെ നിൻ പുത്രനാക്കി. നീ സ്നേഹം നൽകി, നിൻ പ്രാണൻ നൽകി, എന്നെന്നും എന്നെ നിൻ പുത്ര
പുത്രനാക്കി. എൻ്റെ എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. എൻ്റെ എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. നിന്മാർവോട് ചേരട്ടെ ഞാൻ യേശുനാഥാ. ഇന്നേരം നീയാണൻ എല്ലാം എന്നുമെന്നും എൻ പിതാവ്. നിന്മാർവോട് ചേരട്ടെ ഞാൻ യേശുനാഥാ. ഇന്നേരം നീയാണ് എല്ലാം എന്നുമെന്നും പിതാവ്. നീ സ്നേഹം നൽകി, നിൻ പ്രാണൻ നൽകി, എന്നെന്നും എന്നെ നിൻ പുത്രനാക്കി. നീ സ്നേഹം നൽകി, നിൻ പ്രാണൻ നൽകി, എന്നെന്നും എന്നെ നിൻ പുത്രനാക്കി. എൻ്റെ എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. എൻ്റെ എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. വന്ദനം യേശുപരാ, നിനക്കെന്നും വന്ദനം യേശുപരാ. വന്ദനം യേശുപരാ, നിനക്കെന്നും വന്ദനം യേശുപരാ. വന്ദനം ചെയ്യുന്നു നിന്നടിയാൻ തിരുനാമത്തിനാദരവായി. വന്ദനം ചെയ്യുന്നു നിന്നടിയാൻ തിരുനാമത്തിൻ ആദരവായി. Thank you, Lord. Yeshua, we worship you. ഇന്നു നിൻ സന്നിധിയിൽ അടിയാർക്കു വന്നു ചേരുവതിനാ. ഇന്നു നിൻ സന്നിധിയിൽ അടിയാർക്കു വന്നു ചേരുവതിനാ. തന്നതിൻ ഉന്നതമായ കൃപയ്ക്കായി വന്ദനം ചെയ്തിടുന്നു. ഓ തന്നതിൻ ഉന്നതമായ കൃപയ്ക്കായി വന്ദനം ചെയ്തിടുന്നു. വന്ദനം യേശുപരാ, നിനക്കെന്നും വന്ദനം യേശുപരാ. വന്ദനം യേശുപരാ, നിനക്കെന്നും വന്ദനം യേശുപരാ. വന്ദനം ചെയ്യുന്നു നിന്നടിയാൻ തിരുനാമത്തിനാദരവായി. വന്ദനം ചെയ്യുന്നു നിന്നടിയാൻ തിരുനാമത്തിനാദരവായി.
തിരുനാമത്തിൽ പിതാവേ, ഈ വചനം ദൈവശക്തിയായി ഭവിക്കട്ടെ, സൗഖ്യമായി ഭവിക്കട്ടെ, വിടുതലായി ഭവിക്കട്ടെ. കർത്താവേ സ്തോത്രം. ദൈവജനത്തിന് അത് വലിയൊരു അനുഗ്രഹമായി മാറട്ടെ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ബൈബിൾ സ്റ്റഡിയിലേക്ക് പ്രവേശിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഇന്ന് പകൽ ദൈവവചനം പഠിക്കേണ്ടതിന് അല്പസമയം ഞങ്ങൾ തൃപ്പാദത്തിൽ ഇരിക്കുമ്പോൾ അങ്ങയുടെ വലിയ നാമം ഉയരേണ്ടതിന് കർത്താവ് ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ. മഹത്വം കർത്താവ് എടുക്കണം. ആദ്യവസാനം ഞങ്ങളോട് കൂടെ ഇരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ മെസ്സേജും റെക്കോർഡഡ് മെസ്സേജ് ആയിരിക്കും. ഇന്ന് നിങ്ങൾ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ഇത് പറഞ്ഞ ഞാൻ റാന്നിയിൽ ദൈവവചനം ശുശ്രൂഷിക്കുകയായിരിക്കും. റാന്നിയിൽ നേരത്തെ ഒരു പ്രോഗ്രാം കൊടുത്തുപോയി. എനിക്കൊന്ന് 1 മാസം കൂടെ ഇപ്രകാരമൊക്കെ പോകും. അത് കഴിഞ്ഞാൽ കഴിവുള്ളിടത്തോളം ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ആർക്കും പ്രോഗ്രാം കൊടുക്കാതെ ബാംഗ്ലൂരിൽ തന്നെ ഇരുന്ന് ബൈബിൾ ക്ലാസ് തുടരുമാനമായി ഡയറക്റ്റ് എടുക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. വരുന്ന ആഴ്ചയിൽ റെക്കോർഡഡ് മെസ്സേജ് അല്ല, വരുന്ന ആഴ്ചയിൽ ഞാൻ നേരിട്ടുണ്ടായിരിക്കും. അന്ന് നമ്മൾ ചോദ്യോത്തരങ്ങൾക്ക് വേണ്ടി സമയമെടുക്കും. നമുക്ക് തുടരാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളിലുള്ള 7 ലേഖനങ്ങളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചയിൽ ചിന്തിച്ചത്. 1-ാമത്തെ ക്ലാസ്സിൽ വേദപുസ്തകത്തെ ആധികാരികമായി പഠിക്കുവാൻ എങ്ങനെ വേണം, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുക, അവയിൽ ഒന്നും കാണാതെ ഇരിക്കുകയില്ല, യഹോവയുടെ വാ കൽപ്പിച്ചതും തൻ്റെ ആത്മാവ് കൂട്ടി വരുത്തിയതുമായ എല്ലാറ്റിനും ഇണവാക്യങ്ങളുണ്ട്, ഇണവാക്യങ്ങളുടെ സഹായത്തോടെ പഠിക്കണം, കൂട്ടാതെയും കുറയ്ക്കാതെയും അതിനകത്ത് എഴുതിയിരിക്കുന്നത് തന്നെ ജീവിതത്തിൽ പാഠമാക്കി പഠിക്കണം. അത് നമ്മുടെ കണ്ണുകളുടെ നടുവിൽ ഒരു നെറ്റിപ്പട്ടം പോലെ ഇരിക്കണം എന്നിത്യാദികൾ കണ്ടു. 2-ാമത്തെ ക്ലാസ്സിൽ സഭയുടെ കേന്ദ്രബിന്ദുവായ ക്രിസ്തു 7 നിലവിളക്കുകളുടെ നടുവിൽ നിന്ന് സഭയുടെ ദൂതന്മാരാകുന്ന 7 നക്ഷത്രങ്ങളെ തൃക്കരങ്ങളിൽ വഹിച്ചിരിക്കുന്നവനാണ് എന്ന് കണ്ടു. സഭയുടെ നടുവിൽ ഉലാവുന്നവനായ കേന്ദ്രബിന്ദുവായ യേശുക്രിസ്തു സഭയിൽ ഉണ്ടായിരിക്കെ, അഥവാ 1-ാം നൂറ്റാണ്ടിലെ അപ്പോസ്തോലിക കാലഘട്ടത്തിൽ തന്നെ നിക്കലോവിയർ അവരുടെ നടപ്പ് ആരംഭിച്ചുവെന്നും നിക്കലോവിയ നടപ്പ് മര്യാദകൾ സഭയിൽ വന്നുവെന്നും ആദ്യ സ്നേഹം ദൈവസഭയ്ക്ക് കുറഞ്ഞുവെന്നും ദുരുപദേഷ്ടാക്കന്മാർ സഭയ്ക്കകത്ത് കയറി തുടങ്ങി, അഥവാ കള്ള അപ്പോസ്തോലന്മാർ വന്നു എന്നും അവരെ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടു എന്നും എഴുതിയിരിക്കുന്ന പദങ്ങളിലേക്ക് നമ്മൾ വന്നു. ഇന്ന് 2-ാം സഭയുടെ കാലഘട്ടത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കാൻ പോകുകയാണ്. 2-ാം സഭയുടെ കാലഘട്ടം സ്മുർന്നയിലെ സഭ എന്നാണ് ഇതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. 1-ാമത്തെ നൂറ്റാണ്ടുകൊണ്ട് തന്നെ 1-2 സഭയുടെ കാലഘട്ടങ്ങൾ തീർന്നു എന്ന് ഏറെക്കുറെ മനസ്സിലാക്കുവാൻ കഴിയും. കാര്യം 3-ാമത്തെ സഭയിൽ സംസാരിക്കുമ്പോൾ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് എന്നൊരു റെഫറൻസ് ഉണ്ട്. ബിഷപ്പായിരുന്ന അന്തിപ്പാസിനെ നിഷ്ഠൂരമായി ചക്രവർത്തി കൊലപ്പെടുത്തിയത് AD 96 എന്ന് ഏറെക്കുറെ കണക്കാക്കപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ AD 96 എന്ന് പറയുമ്പോൾ അത് 3-ാം സഭയുടെ ആരംഭകാലമായി. എങ്കിൽ 1-ാം നൂറ്റാണ്ടിൽ തന്നെ തൻ്റെ 1-2 സഭകളുടെ കാലഘട്ടങ്ങളായി. 2-ാം സഭയ്ക്കുള്ള ലേഖനം വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലാണ്. അതുകൊണ്ട് ആ വാക്യങ്ങളിലേക്ക് പോകാം. സ്മുർന്നയിലെ സഭയുടെ ദൂതന് എഴുതുക. മരിച്ചവനായിരുന്ന് വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നതാനും തങ്ങൾ യഹൂദരെന്ന് പറയുന്നുവെങ്കിലും യഹൂദരല്ല, സാത്താൻ്റെ പള്ളിക്കാരായ ഇവരുടെ ദൂഷണവും അറിയുന്നു. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക.
എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് സ്മുർന്ന എന്ന 2ാം സഭയ്ക്കുള്ള ലേഖനം നമ്മൾ കണ്ടത്. നേരത്തെ കണ്ടതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകം 2:8 സഭയുടെ ദൂതനെ അഡ്രസ്സ് ചെയ്യുന്നതായി കാണാം. സ്മുർന്നയിലെ സഭയുടെ ദൂതന് എഴുതുക. ഓരോ ലേഖനങ്ങളും സഭയുടെ ദൂതനാണ് എഴുതി തുടങ്ങുന്നത്. ഇവിടെയും സഭയുടെ ദൂതൻ എഴുതി. എന്നാൽ എഴുതി അവസാനിപ്പിക്കുമ്പോൾ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന പദപ്രയോഗം കൊണ്ട് അവസാനിക്കുന്നതിനാൽ എല്ലാ സഭയിലുമുള്ള, അതുകൊണ്ട് ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ബാധകമാണ് ഈ ലേഖനം. എന്നാൽ പ്രധാനമായും എഴുതിയത് 2ാം കാലഘട്ടത്തിലെ സഭയ്ക്ക് വേണ്ടിയാണ്. കർത്താവായ യേശു ക്രിസ്തു സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കാണാം. എല്ലാ ലേഖനങ്ങളിലും സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ 2ാം സഭയോട്, സ്മുർന്നയോട് സ്വയം പരിചയപ്പെടുത്തുമ്പോൾ മരിച്ചവനായിരുന്ന് വീണ്ടും ജീവിക്കുകയും ചെയ്തവൻ അരുളി ചെയ്യുന്നത് എന്ന് പറയുന്നു. 7 നക്ഷത്രം വലങ്കരങ്ങളിലുണ്ട്. മരിച്ചവനായിരുന്നു വീണ്ടും ജീവിച്ചവനായ ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് മരിച്ചുപോയ ചരിത്രത്തെക്കുറിച്ചും അഥവാ ക്രൂശിക്കപ്പെട്ട ചരിത്രത്തെക്കുറിച്ചും തിരിച്ച് ഉയർത്തെഴുന്നേറ്റതിനെക്കുറിച്ചും ഉള്ള ഡയറക്റ്റ് സൂചനകൾ ഇവിടെ ഉണ്ട്. കാലഘട്ടം ഏറെക്കുറെ 1 നൂറ്റാണ്ട് അവസാനമായെങ്കിലും സഭ ഇത് മറന്നുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മറക്കരുതാതെ ഓർമ്മിപ്പിക്കേണ്ടത് യേശു ഓർമ്മിപ്പിക്കുന്നു, ഞാൻ മരിച്ചവനായിരുന്നു, പക്ഷേ വീണ്ടും ജീവിച്ചിരിക്കുന്നു. മാത്രമല്ല, സഭയ്ക്കും മരണകരമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാം. തകർന്നു പൊളിഞ്ഞ എന്നൊരർത്ഥമാണ് സ്മുർന്ന എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. തകർന്നു പൊളിഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു ആ സഭയുടെ കാലഘട്ടം. 1-ാം നൂറ്റാണ്ടിലെ സഭ തങ്ങൾക്കുള്ളതെല്ലാം പൊതുവകയെന്ന് എണ്ണി പൊതുവെ വിറ്റു. അതുകൊണ്ട് 2ാം സഭാ കാലഘട്ടമാകുമ്പോഴേക്കും കുട്ടികളായി 1ാം തലമുറയിൽ നിന്ന് 2ാം തലമുറയായി പിറന്നവർ ദാരിദ്ര്യത്തിലും ദുഃഖത്തിലും കൂടെ കടക്കേണ്ട സാഹചര്യം ഉണ്ടായി. ഏറെക്കുറെ മരിച്ച ഒരു സാഹചര്യത്തിലേക്ക് സഭ താണു. ആത്മീക നിലവാരങ്ങളിൽ പലയിടത്തും മുറിവേറ്റു. അപ്പോസ്തലന്മാർ നേരിട്ട് ഭരിച്ചിരുന്ന 1ാം കാലഘട്ടം അങ്ങോട്ട് കഴിഞ്ഞു തുടങ്ങുന്നു. ലീഡർഷിപ്പിൻ്റെ കൈമാറ്റം നടന്നു തുടങ്ങുകയാണ്. പത്രോസിലും യോഹന്നാനിലും കണ്ടിരുന്നതായ ആദ്യ സ്നേഹവും ഭക്തിയും ബഹുമാനവും ഒരു പക്ഷെങ്കിൽ 2ാം സഭയിൽ കണ്ടു എന്ന് വരത്തില്ല. ആത്മീക മൂല്യത ചോർന്നു പോകുന്നത് കൊണ്ട് സഭ പൊതുവെ ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടമാണ് എന്ന് മറക്കണ്ട. അതുകൊണ്ട് മരണകരമായൊരു സാഹചര്യത്തിലേക്ക് സഭ മാറി. എന്നാൽ കർത്താവ് പറയുകയാണ്, കുഴപ്പമില്ല, നിങ്ങൾ വീണ്ടും ജീവിക്കും. ധൈര്യപ്പെടുക, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നിങ്ങൾ വീണ്ടും ജീവിക്കും. മരിച്ചവനായിരുന്ന് വീണ്ടും ജീവിച്ചവനായ യേശു സംസാരിച്ചു തുടങ്ങുന്നു എന്ന് പറഞ്ഞാണ് ഇവിടെ സ്വയം പരിചയപ്പെടുത്തുന്നത്. അതിഭീകരമായ പരിശോധനയെ നേരിട്ട് ജയിച്ച സഭയ്ക്ക് ആ അനുഭവമുള്ള ക്രിസ്തുവിൻ്റെ പ്രത്യേകതകളെ പരിചയപ്പെടുത്തുന്നു. ഈ ദൈവസഭയുടെ ഒരു പ്രത്യേക സ്വഭാവമാണ് മരിച്ചതുപോലെ താഴുകയും വീണ്ടും ഉയർന്നു വരികയും ചെയ്യുന്നത്. കാര്യം ഇവിടെ 2 സാമ്രാജ്യങ്ങളാണുള്ളത്. ഒന്ന് ദൈവിക സാമ്രാജ്യം, അത് അദൃശ്യമണ്ഡലത്തിലെ കാര്യമാണ്. ദൃശ്യമണ്ഡലത്തിൽ അനേക സാമ്രാജ്യങ്ങളുണ്ട്. അതിലേതെങ്കിലും ഒരു സാമ്രാജ്യത്തിലായിരിക്കും എല്ലാവരും വസിക്കുന്നത്. എന്നാൽ അദൃശ്യമണ്ഡലത്തിൽ 2 പ്രധാന സാമ്രാജ്യങ്ങളുണ്ട്. ഒന്ന് ദൈവിക സാമ്രാജ്യമാണ്, 2 പൈശാചിക സാമ്രാജ്യമാണ്. ഒന്ന് പുത്രൻ്റെ രാജ്യമാണ്, അത് വെളിച്ചത്തിൻ്റെ രാജ്യമാണ്. 2 ഇരുളിൻ്റെ രാജ്യമാണ്, അത് എതിർ ക്രിസ്തുവിൻ്റെ രാജ്യമാണ്. ഇങ്ങനെ 2 ആശയങ്ങൾ, 2 ഗവൺമെൻറ്റുകൾ, 2 ഭരണങ്ങൾ, 2 ചിന്താഗതികൾ, 2 ഗ്രൂപ്പുകൾ എല്ലാ സമയത്തും ഉള്ളതിനാൽ ആത്മയുദ്ധവും നിരന്തരമാണ്. അൺഎൻഡിങ് ആണ് ആത്മയുദ്ധം. ഈ ആത്മയുദ്ധത്തിൽ പലപ്പോഴും ദൈവസഭയെ അതിക്രമിച്ച് കീഴ്പ്പെടുത്തി എന്ന് തോന്നുമാറ്, ഞാൻ നിലംപരിയായി എന്ന് തോന്നുമാറ് സാഹചര്യങ്ങളുണ്ടാകും. ഞാൻ വീണുവെങ്കിലും നിലംപരിയായില്ല. യഹോവ എന്നെ മരണത്തിന് ഏൽപ്പിച്ചിട്ടില്ല. വീണ്ടും അവിടെ നിന്ന് ഉയർത്തിക്കൊണ്ടുവരുന്നതും ശക്തീകരിക്കുന്നതും ഒരു ക്രിസ്തീയ പാറ്റേണായി കാണാം. ഈവൻ പഴയ നിയമത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാലും ഇത് കാണാം. മോശയെയാണ് പഴയ നിയമത്തിലെ പ്രധാന മധ്യസ്ഥനായി ദൈവം വിളിക്കുന്നത്. ആ മോശയ്ക്ക് ദൈവം ശുശ്രൂഷകൾ ഏൽപ്പിക്കുന്നതിന് മുന്നമേ ഒരു ശക്തിയേറിയ വെളിപ്പാട് ഏൽപ്പിച്ചു. മോശ തൻ്റെ ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബിനോട് അടുത്തു വരുമ്പോൾ കത്തി എരിയുന്ന ഒരു മുൾപ്പടർപ്പ് കണ്ടു. പക്ഷേ അതിനകത്ത് തീ കത്തുന്നെങ്കിലും അത് വെന്തു പോകുന്നില്ല. കത്തുമെങ്കിലും വെന്തു പോകാത്ത ഒരു ഉൾക്കാഴ്ചയുമായിട്ടാണ് തൻ്റെ ജീവിതം തുടങ്ങുന്നത്, തൻ്റെ പ്രധാന ശുശ്രൂഷ തുടങ്ങുന്നത്. കാര്യം അത് സഭയുടെ സ്വഭാവമാണ്. ഇസ്രായേലിൻ്റെ ചരിത്രം മുഴുവനും ഇത് തന്നെയാണ്.
മോശയെ കണ്ടത്. അതുപോലെയാണ് ഇസ്രയേലിൻ്റെ ചരിത്രം മുഴുവനും ഇങ്ങനെയാണ്. പലപ്പോഴും വെന്തുപോകുന്നതായ അവസ്ഥകൾ വരെ വരും. ചരിത്രവും അതുതന്നെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ നിന്ന് ദൈവസഭ പിന്നെയും മുളച്ചു വരും. അല്ല, ദൈവസഭ പിന്നെയും ശക്തിയോടെ ആർത്തു വരും. വെന്തുപോകുന്നില്ല. മരിച്ചവനായിരുന്നു സത്യം, പക്ഷേ വീണ്ടും ജീവിക്കുന്ന കർത്താവ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ വരുമ്പോൾ അക്ഷതയും അദ്രവത്വവും പ്രാപിക്കുന്ന ഒരു നാൾ നമുക്കുണ്ട്. അതിൻ്റെ നിഴലെന്നവണ്ണം, സൂചന എന്നവണ്ണം പലപ്പോഴും അദ്രവത്വങ്ങൾ വ്യാപരിക്കേണ്ടതിന് ദ്രവത്വം നമ്മിലേക്ക് വരാറുണ്ട്. ഞങ്ങളുടെ ഭൗമശരീരം ഇങ്ങനെ അളിഞ്ഞു പോയാൽ, ദ്രവത്വത്തിനടിമയായാൽ, ഒരു വിൺമയമായ ശരീരം, ക്ഷയമില്ലാത്ത ശരീരം, വാട്ടവും മാലിന്യവും കോട്ടവും ഇല്ലാത്തൊരു ശരീരം ഞങ്ങൾക്ക് ലഭിക്കും എന്ന് പുതിയ നിയമത്തിൽ പറയുന്നു. പക്ഷേ ഈ മണ്ണിലെ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലും ഈ അനുഭവങ്ങൾ ഉണ്ടാകും. ദൈനംദിന ജീവിതത്തിൽ എൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കുക എന്ന ആശയം യേശു പറയുന്നതായി കാണാം. ഞാൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു. അക്ഷയത നിന്നിൽ വെളിപ്പെടേണ്ടതിന് ക്ഷയം പലപ്പോഴും കടന്നു വരാറുണ്ട്. അദ്രവത്വം നിന്നിൽ വരേണ്ടതിന് ദ്രവത്വം എപ്പോഴും നിന്നിൽ വരാറുണ്ട്. ഓക്കെ, യേശു ക്രിസ്തു ഇതിനെക്കുറിച്ച് മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. കഷ്ടതകളെക്കുറിച്ച്, പ്രയാസത്തെക്കുറിച്ച് യേശു ക്രിസ്തു നേരമേ മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ആവർത്തിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 10 മുതൽ 12 വരുമ്പോൾ, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത് എന്ന് പറഞ്ഞാൽ, നീതി നിമിത്തം അല്ലെങ്കിൽ ദൈവനിമിത്തം, ദൈവനാമം നിമിത്തം നിങ്ങൾ ഉപദ്രവിക്കപ്പെടും. എൻ്റെ നിമിത്തം, 11-ാം വാക്യത്തിൽ, എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുകയും നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പീൻ. നിങ്ങൾക്ക് മുൻപേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. ഇന്ന് ക്രിസ്തീയ മീഡിയകൾ എന്ന പേരിൽ പരക്കപ്പെടുന്ന അശുദ്ധ മീഡിയകളിൽ ദൈവമക്കളെക്കുറിച്ചും ദൈവദാസന്മാരെക്കുറിച്ചും അപവാദങ്ങൾ പറയുമ്പോൾ ഈ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 10ഉം 11ഉം വാക്യങ്ങളൊക്കെ ഉദ്ധരിച്ചാണ് അനേക ദൈവമക്കളും ആശ്വാസം പ്രാപിക്കുന്നതും ഒരു വഴക്കിനും പൊതുവെ പോകാത്തതും. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നാം ഒരിക്കലും അത് ചെയ്യേണ്ടവരല്ല. നാം ദൈവമക്കളാണ്. നാം ഒരിക്കലും അതിന് പോകേണ്ടവരല്ല. കർത്താവ് 12-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പിൻ. നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. ഞാൻ ക്രിസ്തീയ ജീവിതം ആരംഭിച്ചിട്ട്, അല്ലെങ്കിൽ പെന്തക്കോസ്ത് അനുഭവത്തിൽ വന്നിട്ട് ഏറെക്കുറെ 67 വർഷമാകും. ഏറെക്കുറെ 67 വർഷം. എൻ്റെ 12-ാമത്തെ വയസ്സിലാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നതും സ്നാനപ്പെടുന്നതും ഒരു പെന്തക്കോസ്ത് ജീവിതം ആരംഭിക്കുന്നതും. ഇന്നുള്ള അത്രയും തിരിച്ചറിവന്നില്ല, ഇന്നുള്ള അത്രയും ഓർമ്മശക്തി ഒരു പക്ഷേ അന്നില്ല. എങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഓർക്കുന്നു. കഴിഞ്ഞ 67 വർഷങ്ങൾക്ക് മുൻപേ കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നിലകൊണ്ടിട്ടുള്ള എല്ലാ പിതാക്കന്മാരെയും ലോകം പഴി പറഞ്ഞിരുന്നു. എല്ലാവരെക്കുറിച്ചും ദുഷ്ടത പറഞ്ഞിരുന്നു. നിശ്ചയമായും തെറ്റ് ചെയ്യുന്ന ചുരുക്കം ആളുകൾ പെന്തക്കോസ്റ്റൽ മണ്ഡലത്തിൽ അന്നുകൊണ്ട് ഇന്നുകൊണ്ട് അവർ മുഖേന മറ്റുള്ളവരുടെ പേരും കൂടെ വൃത്തികേടാകാറുണ്ട്. പക്ഷേ അപവാദങ്ങൾ പലരെക്കുറിച്ചും പറയാറുണ്ട്. അവിഹിതമായ കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കാറുണ്ട്. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി വലുതാക്കി ചിത്രീകരിക്കാറുണ്ട്. ഇത് 1-ാം നൂറ്റാണ്ടിലെ സഭയും ഇതേ അനുഭവത്തിലൂടെ കടന്നു പോകയാൽ നിനക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് കർത്താവ് പറഞ്ഞു. നീ മരണകരമായ അവസ്ഥ വരെ പോയി, പക്ഷെ അവിടെയൊന്നും നീ തളർന്നുപോയില്ല. നീ തിരികെ എഴുന്നേറ്റു വന്നു. 2-ാം സഭയോട് ദൂത് പറയുമ്പോൾ തുടരുകയാണ്. നിശ്ചയമായും 2-ാം കാലഘട്ടത്തിലെ സഭയ്ക്ക് പ്രത്യേക ബാധകമായിരുന്ന ഒരു കാര്യമാണ് എടുത്തു പറഞ്ഞത്. നമുക്കും കൂടി ഇത് ബാധകമാണ്, എങ്കിലും പ്രത്യേക ബാധകമായിരുന്നു. നീ മരിച്ച അവസ്ഥ വരെയും താണതാണ്. ആദ്യം മുതൽ അന്തം വരെയുള്ള 7 കാലഘട്ടങ്ങളിലെ സഭയ്ക്കും അതിലെ ഓരോ വ്യക്തികൾക്കും ആകയാൽ നമുക്കും ഇത് ബാധകമാണ്. പക്ഷേ നമ്മളിലൊക്കെയും വരുന്നത് ചിലർക്ക് കൂടിയും ചിലർക്ക് കുറഞ്ഞു ഇരിക്കും. എന്നാൽ 2-ാം കാലഘട്ടത്തിലെ സഭയ്ക്ക് ഇത് ഗൗരവമായിരുന്നു. ആത്മാവ് സഭകളോട് പറയുന്നതെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ, നമുക്കിത് ബാധകമാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചല്ലോ. അപ്പോസ്തലന്മാർ നാമധേയ സഭയാൽ അഥവാ യഹൂദ മതത്താൽ വളരെ പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്ന് മറക്കരുത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 40-41 വാക്യങ്ങളിൽ വരുമ്പോൾ അവരവനെ ധർമ്മോപദേഷ്ടാവായ ഗമാലിയേൽ എന്ന ഒരുവനെ കുറിച്ചാണ് അവനെ എന്ന് പറയുന്നത്. അവർ അവനെ അനുസരിച്ചു.
അപ്പോസ്തലന്മാരെ വരുത്തി അടുപ്പിച്ചു. ഇനി യേശുവിൻ്റെ നാമത്തിൽ സംസാരിക്കരുത് എന്ന് കൽപ്പിച്ചു. അവരെ വിട്ടയച്ചു. 41 വാക്യത്തിൽ തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചും കൊണ്ട് ന്യായാധിപ സംഘത്തിൽ നിന്ന് പുറപ്പെട്ടു പോയി. അപ്പോസ്തലന്മാർ നാമധേയ സഭയാൽ, അതായത് യേശുക്രിസ്തുവിൻ്റെ വരവിന് മുന്നമേ സഭ എന്ന് വിശ്വസിച്ചിരുന്നതും ദൈവത്തിൻ്റെ സ്വന്തം ആളുകൾ എന്ന് പറഞ്ഞിരുന്നതുമായ ഭക്തജനങ്ങളിൽ നിന്ന് പുതിയ നിയമത്തിൻ്റെ അപ്പോസ്തലന്മാർ വളരെ പ്രതികൂലങ്ങൾ സഹിച്ചിട്ടുണ്ട്. പത്രോസിനെയും മറ്റും കീറിക്കളയത്തക്കവണ്ണം ജനാവലി ആർത്തിരച്ചുകൊണ്ട് അടുത്തു വരുമ്പോൾ ഗമാലിയേൽ എന്നൊരുവൻ, അദ്ദേഹം ഏറെക്കുറെ ദൈവവചനത്തിൽ പഴയ നിയമത്തിൽ പാണ്ഡിത്യമുള്ളവനും പൂർണ്ണമായും ദൈവകൃപ നഷ്ടപ്പെടാത്തവനുമായ ഒരാളായിരുന്നു. താൻ കൈകാര്യം ചെയ്തു വന്നിരുന്ന പഴയ നിയമത്തിൻ്റെ പുസ്തകങ്ങൾ ആ കാലഘട്ടത്തെക്കുറിച്ച് പ്രസക്തി കുറഞ്ഞു തുടങ്ങിയതും അതിനകത്ത് പറഞ്ഞിരുന്നതായ ക്രിസ്തു വെളിയിൽ വന്ന് കഴിഞ്ഞതുമായിരുന്നു. മലയാളത്തിൽ ഇങ്ങനെ പറയാൻ കഴിയും, തൈര് എന്ന് പറയുന്ന ഒരു ഘടകം നമുക്കുണ്ട്, ഒരു വസ്തു നമുക്കുണ്ട്. അതിനകത്ത് നെയ്യുണ്ട്, മോരുണ്ട്, തൈരെന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ ചേർന്ന കോമ്പിനേഷനാണ്. ഈ തൈരിനകത്തു നിന്ന് നന്നായി ഉടച്ചെങ്കിൽ മാത്രമേ നെയ്യ് പുറത്തെടുക്കാൻ കഴിയുകയുള്ളൂ. നെയ്യ് പുറത്തെടുത്തു കഴിഞ്ഞാൽ അതിനെ മോരെന്ന് വിളിക്കും. മോര് നല്ലതാണ്, മോര് കളയുന്നതല്ല, മോര് മനുഷ്യൻ ഉപയോഗിക്കുന്നതാണ്, മനുഷ്യന് പ്രയോജനമുള്ളതാണ്. പക്ഷെ നെയ്യും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അത് തൈരായിരുന്ന ഒരു കാലത്ത് ഇതിനേക്കാൾ കൂടുതൽ അത് ഒരു വശത്ത് പ്രയോജനപ്പെട്ടേനെ. മോര് പ്രയോജനപ്പെടുന്ന ഇടങ്ങളുണ്ട്. രണ്ടായാലും യഹൂദമതത്തിനകത്തു നിന്ന് വന്നു പിറക്കേണ്ടിയിരുന്ന സ്ത്രീയുടെ സന്തതിയായി അവതരിക്കേണ്ടിയിരുന്ന യേശുക്രിസ്തു അവതരിച്ച് വളർന്നു കഴിഞ്ഞ് ക്രൂശിക്കപ്പെട്ട് മരിച്ചുയർത്തെഴുന്നേറ്റ് കഴിഞ്ഞതോടെ യഹൂദസഭയുടെ പ്രസക്തി കുറയുകയും തൈര് എന്ന ഉപമാനത്തിൽ നിന്ന് മോര് എന്ന ഉപമാനത്തിലേക്ക് ഞാൻ ഇന്നതിനെ ഉപമിക്കുകയാണ്, ഏറെക്കുറെ മാറുകയും ചെയ്തു. ആ സഭ ഓരോ ഉണർവിനകത്തും ഒരു പ്രത്യേകതയുണ്ട്. അതിനടുത്ത ഉണർവിലേക്കുള്ള ഒരു വിത്ത് ഈ ഉണർവിനകത്തുണ്ടായിരിക്കും. ഓരോ വൃക്ഷത്തിനും ഫലം കായ്ക്കുമ്പോൾ ആ ഫലത്തിനകത്ത് അടുത്ത വൃക്ഷമുണ്ടാകുവാനുള്ള വിത്തുള്ളതുപോലെ ഓരോ ഉണർവിലും ഓരോ നവീകരണങ്ങളിലും അതിനടുത്ത നവീകരണത്തിന് ആവശ്യമുള്ളത് സ്വർഗത്തിലെ ദൈവം കരുതിയിട്ടുണ്ട്. കാരണം ദൈവം എന്നും വളർച്ചയുടെ ദൈവമാണ്, ദൈവം എന്നും മുന്നേറ്റത്തിൻ്റെ ദൈവമാണ്, ദൈവം എന്നും പ്രോഗ്രസീവായി കരുതുന്നവനാണ്, ചെയ്യുന്നവനാണ്. അങ്ങനെ യേശുക്രിസ്തുവിനെ പുറത്തെടുത്ത് കഴിഞ്ഞ യഹൂദസഭ, അവർക്ക് ന്യായപ്രമാണമുണ്ട്, അവർക്ക് ചട്ടങ്ങളുണ്ട്, അവർക്ക് ആചാര്യന്മാരുണ്ട്, അവർക്ക് ഭരണഘടനയുണ്ട്, അവർക്ക് സന്നിധി സംഘമുണ്ട്. ഇങ്ങനെ സന്നിധി സംഘത്തിൻ്റെ മുമ്പിലും യഹൂദന്മാരുടെ മുമ്പിലും അപ്പോസ്തലന്മാരെ കീറിക്കളയാൻ വേണ്ടി അവരടുത്തു വരുമ്പോൾ ഗമാലിയേൽ എന്ന ഭക്തനായ ഒരു വേദപണ്ഡിതൻ, പഴയ നിയമ പണ്ഡിതൻ മുന്നോട്ട് വരികയും അദ്ദേഹം എല്ലാവർക്കും മാന്യനായിരുന്നു, എല്ലാവരാലും അംഗീകരിക്കപ്പെട്ടവനായിരുന്നു. താൻ ആ പഴയ നിയമത്തിൻ്റെ ആളാണെങ്കിലും വെറും പരീശനാണെങ്കിലും തൻ്റെ പരീശഭക്തി പോലും ദൈവത്തിനും മനുഷ്യർക്കും പ്രയോജനപ്പെടുന്നതായിരുന്നതിനാൽ സാക്ഷ്യമുള്ളവനും സമ്മതനുമായിരുന്നു. അദ്ദേഹം മുന്നോട്ട് വന്ന്, ഈ പുരുഷന്മാരെ നിങ്ങൾ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ഇതിനു മുമ്പും പലരും ഇറങ്ങിയിട്ടുണ്ട്, കള്ളന്മാർ ഇറങ്ങിയവരെല്ലാം തന്നെ ഇല്ലാതായി, നല്ലവരിറങ്ങിയവരെ ആർക്കും തടഞ്ഞു നിർത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങളും ഇവരോട് ഇടപെടുന്നതിൽ സൂക്ഷിച്ചിടപെടുക എന്ന് ആളുകളോട് പറഞ്ഞതിനാൽ കീറിക്കളയാതെ കൊന്നുകളയാതെ അപ്പോസ്തലന്മാരെ വിളിക്കുകയും അവരെ അടിപ്പിച്ച്, അതായത് അവരെ തല്ലി അവരെ മുറിവേൽപ്പിച്ച് ഇനിമേലാൽ ഈ നാമത്തിൽ പ്രസംഗിക്കരുത് എന്ന് പറഞ്ഞ് താക്കീത് ചെയ്ത് അവരെ തിരിച്ചയക്കുകയും ചെയ്തു. തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചും കൊണ്ട് ന്യായാധിപ സംഘത്തിൽ നിന്ന് പുറപ്പെട്ടു പോയി എന്ന് കാണാം. ഇതേ പ്രശ്നം സഭയും അനുഭവിച്ചിട്ടുണ്ട്. കേവലം അപ്പോസ്തലന്മാർ മാത്രമല്ല, സഭയും ഈ പ്രശ്നം നന്നായി അനുഭവിച്ചിട്ടുണ്ട്. സഭ ഇതനുഭവിക്കുമ്പോൾ കേവലം ഭരണകർത്താക്കളിൽ നിന്ന് മാത്രമല്ല, സാധാരണക്കാരിൽ നിന്നും ചുറ്റുവട്ടങ്ങളിൽ നിന്നും ധാരാളം അനുഭവിച്ചു എന്ന് മറക്കണ്ട. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ 32 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ ഏറെക്കുറെ ഒരു സൂചന കാണാം. എബ്രായ ലേഖനം 10-ാം അധ്യായം 32 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ, എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളുവീൻ. 32-33 വാക്യങ്ങളാണിത്. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം, നിങ്ങൾ ഒരു കാലത്ത് ഇരുളിലായിരുന്നു, പ്രകാശനം ലഭിച്ചിരുന്നില്ല.
നിങ്ങൾക്ക് അന്ന് ദൈവത്തെക്കുറിച്ച് അറിവില്ലായിരുന്നു, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമില്ലായിരുന്നു. നിങ്ങൾ ന്യായപ്രമാണം അറിഞ്ഞവരായിരുന്നു സത്യം, പക്ഷേ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമില്ലായിരുന്നു. ഇന്നും അങ്ങനെയാണ്. പുതിയ നിയമം അറിയാവുന്നവർ പലരുണ്ടെങ്കിലും അവർക്കത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവരെ അഭ്യസിപ്പിച്ച് കൊടുത്തെങ്കിലും ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധമില്ലാതെ വരുമ്പോൾ അതിനെ അനുഭവിച്ചിട്ടില്ലാത്ത അനേകരുമുണ്ട്. നിങ്ങൾക്ക് പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചകളായും ഭവിച്ചു. നിങ്ങളെ ആളുകൾ നിന്ദിച്ചു, നിങ്ങളെ ആളുകൾ പരിഹസിച്ചു, നിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു, നിങ്ങൾ കൂത്തുകാഴ്ചയായി ഭവിച്ചു. 33-ാം വാക്യത്തിൽ ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നു. ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളുകയും. ഇവിടെ ഒരു പോരാട്ടമായിരുന്നു പോലും ഇത്. പോരാട്ടത്തിൽ ഇവിടെ ദൈവം ഈ മനുഷ്യന് ഉപയോഗിക്കാൻ കൊടുത്ത ആയുധം സഹനശക്തിയാണ്. ഈ കഷ്ടം സഹിക്കുവാനുള്ള സഹനശക്തി കൊടുത്തു നിങ്ങൾ ആ പൂർവ്വകാലം ഓർത്തുകൊള്ളുകയും. 34-ാമത്തെ വാക്യത്തിൽ തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. അവരുടെ സമ്പത്ത് ആളുകൾ പിടിച്ചു പറിച്ചു. ഏതായാലും പെന്തിക്കോസിൽ പോയതാ, ഇനിയിപ്പോൾ ഇവന് വസ്തു കൊടുത്തിട്ട് കാര്യമില്ല. അനേക പിതാക്കന്മാർ മക്കൾ വിശ്വാസത്തിലായതുകൊണ്ട് വസ്തു കൊടുക്കാതിരുന്നു. അനേകം മാതാക്കൾ കുഞ്ഞുങ്ങൾക്ക് അവകാശം കൊടുക്കാതെ ഇരുന്നു. നാട്ടുകാർ അവർക്കുള്ളതൊക്കെ പിടിച്ചു പറിച്ചു. ചുറ്റുവട്ടങ്ങൾ അവരുടെ കയറി അപഹരിച്ചു. ഇന്ന് വടക്കേ ഇന്ത്യയിലും മറ്റും നടന്നു വരുന്ന ക്രിസ്തീയ സഭകളും ക്രിസ്തീയ കെട്ടിടങ്ങളും ക്രിസ്തീയ വസ്തുവകകളും കൊള്ള ചെയ്തു കൊണ്ടുപോകുന്ന കാലം. ചെവിയുള്ളവൻ കേൾക്കട്ടെ, എല്ലാ സഭകളിലുമുള്ള എല്ലാവരും കേൾക്കട്ടെ എന്ന് പറഞ്ഞതുകൊണ്ട് 2-ാം കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സ്മുർന്ന സഭയുടെ അനുഭവം നമുക്കും വന്നിരുന്നുവെന്ന് മറക്കണ്ട. ആ കാലഘട്ടങ്ങളിൽ എഴുതിയ ലേഖനമാണിത്. അന്നിത് സംഭവിച്ചിരുന്നു. വസ്തുക്കളുടെ ഉത്തമ സമ്പത്ത് നിങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. നിങ്ങൾക്ക് സ്വർഗത്തിൽ വലിയൊരു സമ്പത്തുണ്ട്. നിങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാണ്. നിങ്ങൾ അവിടെ രാജാക്കന്മാരായി വാഴേണ്ടവരാണ്. ദൈവം നിങ്ങളെ ഭരണത്തിൻ്റെ അധികാരത്തിൽ ഇരുത്തേണ്ടവരാണ്. പലരെക്കുറിച്ചും വിശുദ്ധ പൗലോസ് അപ്പോസ്തലനോട് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത്, നിങ്ങൾ ചുറ്റുവട്ടങ്ങളെ ന്യായം വിധിക്കും, നിങ്ങൾ ദൂതന്മാരെ ന്യായം വിധിക്കും. ആദമിനെ ഏദൻ പറുദീസയിലാക്കുമ്പോൾ ചുറ്റുവട്ടങ്ങളെ അടക്കി വാഴുക എന്ന് അദ്ദേഹത്തോട് പറഞ്ഞിരുന്നത് പോലെ അതേ പുത്രത്വത്തിൻ്റെ വീണ്ടെടുപ്പ് സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്ന ശേഷം വസ്തുക്കളുടെ അപഹാരം ഇന്ന് നിങ്ങൾ സന്തോഷത്തോടെ സഹിക്കുന്നുവെങ്കിൽ സാക്ഷാൽ സമ്പത്തുകളുടെ ഉത്തമ കലക്ഷൻ നിങ്ങൾക്ക് സ്വർഗത്തിലുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് കഷ്ടം സഹിക്കുന്നവരോട് നിങ്ങൾ സഹതാപം കാണിച്ചും. വേറൊന്നും ചെയ്യാനൊക്കത്തില്ല. അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യാനൊക്കത്തില്ല. കാര്യം നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. ഇന്ന് വടക്കേ ഇന്ത്യയിൽ കഷ്ടമനുഭവിക്കുന്ന, പലയിടങ്ങളിൽ കഷ്ടമനുഭവിക്കുന്ന അനേകരെ ഓർത്ത് അങ്ങേയറ്റം സഹതപിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എന്നാൽ ദൈവമായിട്ട് അവരെ വിടിവിക്കാനേ പറ്റത്തുള്ളൂ. വസ്തുക്കളുടെ ഉത്തമ സമ്പത്ത് നിങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. 35-ാമത്തെ വാക്യത്തിൽ അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്കാവശ്യം. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. നാം ഇന്ന് ധൈര്യമായി കർത്താവിന് വേണ്ടി നിന്നാൽ കഷ്ടത സഹിക്കുന്ന ദൈവവൈതലേ, 1-ാം നൂറ്റാണ്ടിലെ സഭ, 2-ാം നൂറ്റാണ്ടിലെ സഭ, ആ സഭകളും ഇതുപോലെ കഷ്ടം സഹിച്ചവരാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കഷ്ടം സഹിച്ചവനാണ്. കഷ്ടങ്ങളാൽ തികഞ്ഞവനായി തനി മണ്ണിൽ നിന്ന് കടന്നുപോയി. തന്നെ അനുഗമിക്കുന്ന വലിയൊരു ജനസമൂഹത്തെ കണ്ടുകൊണ്ട് 2-ാം സഭയോട് പറയുന്നു, ദൂതിനകത്ത് കർത്താവ് എല്ലാവരെയും അഡ്രസ്സ് ചെയ്ത് ചേർന്ന് കഷ്ടം സഹിക്കാൻ നിങ്ങൾ എന്നും സന്തോഷമുള്ളവരായിരിക്കണം. മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. നിങ്ങൾക്കൊരു ധൈര്യമുണ്ട്. എന്തുകൊണ്ട്? ഈ ധൈര്യത്തിന് മഹാപ്രതിഫലവും ഉള്ളതാണ്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. സഹിഷ്ണുതയില്ലാതെ നമ്മൾ ഒരിക്കലും ഒന്നും പ്രാപിക്കുന്നില്ല. ഇനിയും സഭകൾക്ക് ലേഖനങ്ങൾ എഴുതുമ്പോൾ സഹിഷ്ണുതയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ആവശ്യം എന്നൊക്കെ പറയുന്ന ഇടങ്ങൾ കാണാം. കാരണം അതുപോലെ കഷ്ടത്തിലും ത്യാഗത്തിലും പ്രയാസത്തിലും കൂടെ ദൈവസഭ കടന്നു പോകും എന്നറിയാം. ഇനി നമുക്ക് നോക്കാം. അപ്പോസ്തലനായ പൗലോസ് ഈ കഷ്ടത്തെക്കുറിച്ച് സഭയ്ക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. താൻ അതിൻ്റെ പ്രത്യാശാപദങ്ങൾ ചേർത്ത് പറയുന്നത് 2 കൊരിന്ത്യർ 4-ാം അധ്യായം 17-18 വാക്യങ്ങളിലുണ്ട്. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. അദ്ദേഹം ഇതിനെ ലഘുവായ, അല്പനേരത്തേക്കുള്ള ലഘുവായ കഷ്ടം എന്നിങ്ങനെ പറഞ്ഞ ശേഷം നിത്യഘനമുള്ള ഞങ്ങളുടെ നിലനിൽക്കുന്ന സമ്പത്തുകൾ ഞങ്ങൾക്ക് ലഭിക്കുവാൻ, പ്രതിഫലത്തിന് യോഗ്യരാക്കുവാൻ തൽക്കാലം ഇത് ആവശ്യമാണെന്ന് കാണാം.
17-18 വാക്യം. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. 18-ാമത്തെ വാക്യത്തിൽ കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രേ നോക്കിയിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ഇന്ന് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ കാണുന്നതൊക്കെയും താൽക്കാലികമാണ്. ഇതൊന്നും സ്ഥിരമായി നമ്മോടുകൂടെ നിൽക്കുന്നവരല്ല. നമ്മുടെ ആയുസ് മണ്ണിൽ 70, ഏറെയായാൽ 80 എന്നിങ്ങനെ തിരുവചനം പറയുന്നു. പോട്ടപ്പ 100 വരെ പോയാലും 120 വരെ പോയാലും അത്രയൊന്നും ഈ കാലത്ത് ചിന്തിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അവിടെ വരെയൊന്നും ആരോഗ്യത്തോടെ നമ്മളാരും പോകുവാൻ സാധ്യതയില്ല. അതിനെല്ലാം കൂടെ വെച്ചുകൊണ്ട് പറയുകയാണ്, ഇവിടെ നമുക്ക് അല്പകാലം മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്കൊരു സ്ഥിരവാസമില്ല. ഇത് താൽക്കാലികമാണ്. നിത്യമായ ഒന്ന് നമുക്ക് വേണ്ടി ഇതിനപ്പുറത്തുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട. നമുക്ക് നോക്കാം പത്രോസ് അപ്പോസ്തലൻ ഈ കഷ്ടാനുഭവങ്ങളെക്കുറിച്ച് എന്താണ് പറയുന്നത്. 1 പത്രോസ് 4-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ഇല്ല, നമുക്ക് വന്നിരിക്കുന്നത് ഒരു അപൂർവ കാര്യമല്ല. ഇത് ആദ്യം മുതലുള്ളതാണ്. ഇത് പ്രസിദ്ധമാണ്, സാമാന്യമാണ്. ഞാൻ പറയാം, ലോകത്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്ന പട്ടാളക്കാർക്ക് കഷ്ടമില്ലേ? ലോകത്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്ന പട്ടാളക്കാർക്ക് ത്യാഗമില്ലേ? ലോകത്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്ന പട്ടാളക്കാർക്ക് വേർപാടില്ലേ? ലോകത്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്ന പട്ടാളക്കാർക്ക് വെടികൊള്ളാറില്ലേ? ലോകത്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്ന പട്ടാളക്കാർക്ക് ത്യാഗം സഹിക്കാതെ പറ്റത്തില്ലെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്ന പട്ടാളക്കാർക്ക് എത്രയോ അധികമാണ്. നൊടി നേരത്തേക്കുള്ള ലഘുവായ സങ്കടം നിങ്ങൾക്ക് അനവധി തേജസ്സിന് ഹേതുവാണ്. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു, പ്രിയരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകുവോളം സന്തോഷിച്ചുകൊള്ളുവീൻ. അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും. ക്രിസ്തുവിൻ്റെ നാമം ഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. നിങ്ങളിൽ ആരും കുലപാതകനോ കള്ളനോ ദുഷ്പ്രവർത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്, പരകാര്യത്തിൽ ഇടപെടുന്നവനുമായിട്ടുമല്ല. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയത്രയേ വേണ്ടത്. പുതിയ നിയമസഭ ഈ പ്രശ്നത്തിലൂടെ പോകും എന്നത് കർത്താവായ യേശു നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോസ്തലന്മാരിൽ പ്രമാണിയായിരുന്ന പത്രോസ് ഇക്കാര്യം സഭയ്ക്ക് എടുത്തോർമ്മിപ്പിക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ വായിച്ചത്. പൗലോസിനെ കുറിച്ച് നോക്കാം. ദൈവവചനം തന്നെ ഏൽപ്പിക്കേണ്ടതിന് 3-ാം സ്വർഗം വരെ തന്നെ കൊണ്ടുപോകുകയും അശുദ്ധയില്ലാത്ത ഒരു വിശുദ്ധമായ അന്തരീക്ഷത്തിൽ ലോകവുമായുള്ള ബന്ധം പൂർണ്ണമായും മാറ്റി ദൈവവുമായുള്ള ബന്ധത്തിൽ ഇരുത്തി ക്രിസ്തുവിൻ്റെ ഭടനായിരുന്ന തന്നെ പഠിപ്പിച്ചതിൽ നിന്ന് തൻ സഭയെ ആശ്വസിപ്പിച്ച് ഉറപ്പിക്കുന്ന ഭാഗങ്ങൾ കാണാം. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 35 മുതൽ 39 വരെയുള്ള ദീർഘമായ വാക്യങ്ങൾ ഞാൻ നോക്കുക. നമ്മൾ ഇവിടെ നിൽക്കുന്നത് മരിച്ച് ഉയർത്തെഴുന്നേറ്റവനായ യേശു എന്ന് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സഭയോട് പറയുകയാണ്, നിങ്ങൾക്കിങ്ങനെ പരിചയപ്പെടുത്താൻ കാര്യം നിങ്ങൾക്കും തകർച്ചയുണ്ട്. നിങ്ങൾ അതിനകത്ത് നഷ്ടപ്പെട്ടു പോകുകയില്ല, മടങ്ങി വരും. ഈ കഷ്ടപ്പാടിൽ നശിച്ചു പോകാതെ മടങ്ങി വരയണം എന്ന ആശയം കുറിച്ചുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിച്ചു, പത്രോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിച്ചു. പൗലോസ് സഭയെ കംഫോർട്ട് ചെയ്യുന്ന അടുത്ത ഭാഗത്തേക്ക് നമ്മൾ വരികയാണ്. റോമാലേഖനം 8-ാം അധ്യായം 35 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. റോമാലേഖനം 8-ാം അധ്യായം 35 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ഞാടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. നമുക്ക് കഷ്ടതയുണ്ട്. നമ്മളെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപെടുത്തുവാൻ അതിന് കഴിയുകയില്ല. കഷ്ടത്തിന് കഴിയത്തില്ല, സങ്കടത്തിന് കഴിയത്തില്ല, ദുഃഖത്തിന് കഴിയുകയില്ല, ഉപദ്രവത്തിന് കഴിയുകയില്ല, പട്ടിണിക്ക് കഴിയുകയില്ല, നഗ്നതയ്ക്ക് കഴിയുകയില്ല, ആപത്തുകൾക്ക് കഴിയുകയില്ല, വാളിന് കഴിയുകയില്ല. എന്ന് പറഞ്ഞാൽ ആപത്തുകൾ ദൈവസഭയ്ക്ക് ഉണ്ടാകുന്നതും പൈശാചിക പോരാട്ടത്തിൻ്റെ ഭാഗമായി കാണാം. വാള് നമുക്കെതിരെ വരുന്നതും അന്ധകാര ശക്തിയുടെ വ്യാപാരത്തിന് ഒത്തവണ്ണമാണ്. അതിൻ്റെ പരിണിത ഫലമായി നമുക്കറിയാം. കഷ്ടതയിലും നഗ്നതയിലും പട്ടിണിയിലും ആപത്തിലും വാളിലും
നമ്മെ സഹായിക്കുന്നവനായൊരു ദൈവമുണ്ട്. ആ ദൈവത്തെ നാം മുറുകെ പിടിച്ചാൽ മാത്രം മതി. ഇവയ്ക്ക് നമ്മെ ദൈവശക്തിയിൽ നിന്ന്, ദൈവസ്നേഹത്തിൽ നിന്ന് പിന്തുടർപ്പാൻ കഴിയുന്നതല്ല. നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെപ്പോലെ ഞങ്ങളെ എണ്ണുന്നു. ഇന്ന് തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ ഭാഗങ്ങൾ ക്രിസ്തീയ സഭയ്ക്ക് എത്രത്തോളം പ്രസക്തമാണ് എന്ന് തിരിഞ്ഞു നോക്കാം. ആഫ്രിക്കയിലെ നൈജീരിയയിൽ സഭയുടെ കൂട്ടക്കൊല നടക്കുക. സഭയുടെ കൂട്ടക്കൊല. ഓരോ ദിവസവും ഏതാണ്ട് 35 മുകളിൽ ആളുകൾ. ദിവസം കഴിയുന്നതോറും അത് വർദ്ധിക്കുക, റേറ്റ് വർദ്ധിക്കുക. ഏതാണ്ട് 35ഓളം ആളുകളാണ് ഒരു ദിവസം കൊല ചെയ്യപ്പെടുന്നത്. ഭാരതത്തിൽ പീഡിപ്പിക്കപ്പെടുന്നവർ അതുപോലെയാണ്. ധാരാളം ആളുകളെ പീഡിപ്പിക്കുന്നുണ്ട്. നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു. 36 വാക്യമാണ്. അറുപ്പാനുള്ള ആടുകളെപ്പോലെ ഞങ്ങളെ എണ്ണുന്നു. അറുക്കാനുള്ള ആടിന് സഹതാപം കാണിക്കുന്നവൻ ആരുമില്ല. ഇതിൻ്റെ കഴുത്തൊന്ന് കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ തൊലി ഇരിച്ച് വിറ്റാൽ തൊലിക്ക് കാശ് വേറെ, എല്ലിന് കാശ് വേറെ, ഇറച്ചിക്ക് കാശ് വേറെ. ഒന്ന് മുറിച്ചെടുക്കുവാൻ വേണ്ടി ആളുകൾ കാത്തിരിക്കുന്നത് പോലെ അറുപ്പാനുള്ള ആടുകളെപ്പോലെ ഞങ്ങൾ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. 37 വാക്യം പറഞ്ഞു, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. നാം ഇതിൻ്റെ മേൽ ജയം പ്രാപിക്കുന്നതിൻ്റെ കാര്യം നമ്മെ സ്നേഹിച്ചവനെ കുറിച്ചുള്ള ഓർമ്മയാണ്. ക്രിസ്തുവിനെ കുറിച്ചുള്ള ഭക്തിയും ഭക്തിമയമായ ആ ചിന്തയും അത് ക്രിസ്തുവിനോടുള്ള ആ സമർപ്പണവും നമ്മെ ഇതിൽ നിന്ന് ജയത്തിലേക്ക് നയിക്കുകയാണ്. 38 വാക്യത്തിൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. പൗലോസ് മറ്റുള്ളവരോട് പറഞ്ഞ, സഹോദരന്മാരെ, എനിക്ക് ഒരു കാര്യത്തിൽ നല്ല ഉറപ്പുണ്ട്, ഭൂമിയിൽ ആര് നോക്കിയാലും എന്നെ പിന്മാറ്റുവാൻ കഴിയുന്നതല്ല. 35 വാക്യത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ ഒരു ചെറിയ ലിസ്റ്റ് അവിടെ പറഞ്ഞു. കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ. ഇവിടെ 38 വാക്യത്തിൽ ബാക്കി പറയുകയാണ്, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ പിന്മാറ്റുവാൻ കഴിയുന്നതല്ല. ഞാൻ അതിനോട് പറ്റി നിൽക്കും. അതെ, മരിച്ച അവസ്ഥയിൽ നിന്ന് ഞാൻ മരിച്ചവനായിരുന്നു, ഞാൻ തിരികെ ഉയർത്തെഴുന്നേറ്റു. ഇതിൻ്റെ അകത്തു നിന്നൊരു വലിയ വിടുതൽ ഒരു ദൈവവേദലിന് കിട്ടുന്നതാണ്. അടുത്തത്, ഞാൻ നിൻ്റെ കഷ്ടതയും ദാരിദ്ര്യവും, നാം തൊട്ടുവരുന്ന വിഷയം ഇത് തന്നെയാണ്. ഞാൻ നിൻ്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്ന താനും എന്നൊരു പാരന്തറ്റിക്കൽ ക്ലോസ് ഉണ്ട്. തങ്ങൾ യഹൂദരെന്ന് പറയുന്നെങ്കിലും യഹൂദന്മാരല്ല, സാത്താൻ്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. 9 വാക്യമാണ് 2 അധ്യായത്തിൻ്റെ 9 വാക്യത്തിൽ, ഞാൻ നിൻ്റെ കഷ്ടതയും ദാരിദ്ര്യവും അറിയുന്നു, നീ ധനവാനാകുന്ന താനും എന്നൊരു പാരന്തറ്റിക്കൽ ക്ലോസ് ഉണ്ട്. അത് കഴിച്ചാൽ ഞാൻ അറിയുന്നു, പല കാര്യങ്ങളും ഞാൻ അറിയുന്നു. അതിനകത്ത് നിൻ്റെ കഷ്ടതയും ദാരിദ്ര്യവും ഞാൻ അറിയുന്നു. നീ ധനവാനാണെന്നും എനിക്കറിയാം. കഷ്ടതയും ദാരിദ്ര്യവും നിനക്ക് ഈ ഭൂമിയിലുള്ളപ്പോൾ ഉത്തമ സമ്പത്ത്, ഇതിനേക്കാൾ മേന്മയും ശ്രേഷ്ഠതയുമുള്ളതായ വസ്തുക്കൾ നിങ്ങൾക്ക് സ്വർഗത്തിലുണ്ട് എന്നവിടെ എടുത്തു പറയുന്നുണ്ട്. തങ്ങൾ യഹൂദരെന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല, സാത്താൻ്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. ഈ സഭയുടെ പരാജയ ഭാഗങ്ങളിലേക്ക് ഇവിടെ നമ്മൾ വരികയാണ്. ഇവിടെയും പറയുമ്പോൾ ആദ്യമേ നിൻ്റെ നന്മകൾ ഞാൻ അറിയുന്നു. നല്ല വശം ഇതാണ്, കഷ്ടതയും ദാരിദ്ര്യവും ഞാൻ അറിയുന്നുണ്ട്. യഹൂദന്മാരുടെ ദൂഷണം, അല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന സാത്താൻ്റെ പള്ളിക്കാരുടെ ദൂഷണവും ഞാൻ അറിയുന്നുണ്ട്. നീ ഇതിനകത്തെല്ലാം സഹിഷ്ണുതയോടെ നിൽക്കുക, ഇത് ഞാൻ അറിയുന്നുണ്ട്. ഏതാണ്ട് 3 കാര്യങ്ങളാണ് അവിടെ അറിയാം എന്ന് പറഞ്ഞത്. 1, കഷ്ടതയും ദാരിദ്ര്യവും. അതേസമയത്ത് നീ ധനവാനാണ് താനും. ഭൗതികമായി നിങ്ങൾ ദാരിദ്ര്യത്തിലാണ്. ഞാൻ പറഞ്ഞു, ആരംഭത്തിലെ ഞാൻ പറഞ്ഞായിരുന്നു, 1-ാം നൂറ്റാണ്ടിലെ സഭ തങ്ങൾക്കുള്ളതെല്ലാം വിറ്റു പൊതുവകെ നെണ്ണി. പുതിയ നിയമത്തിൽ എന്തെങ്കിലും ഒരു വസ്തുത ഉപദേശമാക്കണമെങ്കിൽ അതിന് 3 ഘടകങ്ങൾ നിർബന്ധമായും വേണം. 1, അതിനെക്കുറിച്ച് ദൈവമായ കർത്താവ് പഠിപ്പിച്ചിരിക്കണം. പഴയ നിയമ പുസ്തകങ്ങളിൽ യഹോവയായ ദൈവത്തിൻ്റെ അരുളപ്പാടെന്നോ പുതിയ നിയമ പുസ്തകങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു സഭയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്ത ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞതോ പരിശുദ്ധാത്മാവിൻ്റെ പഠിപ്പിക്കൽ എന്ന് പറയുന്നതോ ആയ ദൈവദത്തമായൊരു പഠിപ്പീരുള്ള ഇല്ലാത്തതൊന്നും അടിസ്ഥാന ഉപദേശമല്ല. 2, അപ്പോസ്തലന്മാരെ ആവർത്തിച്ച് ഉപദേശിക്കാത്തത് യാതൊന്നും ഒരു അടിസ്ഥാന ഉപദേശമല്ല. പിതാവായ ദൈവം കൽപ്പിച്ചുവെങ്കിൽ പോലും
അപ്പോസ്തലന്മാർ ആവർത്തിച്ച് കൽപ്പിക്കുന്നില്ലെങ്കിൽ അതൊരു അടിസ്ഥാന ഉപദേശമായി മാറുന്നില്ല. 3, ഇത് രണ്ടും ഉണ്ടെങ്കിലും ആദിമസഭ പ്രാക്ടീസ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അത് അടിസ്ഥാന ഉപദേശമാകത്തില്ല. ഉദാഹരണത്തിന് കർത്താവ് യേശു ക്രിസ്തു നേരിട്ട് പഠിപ്പിക്കുന്നുണ്ട്, നിന്റെ വലത്തെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ ചുഴഞ്ഞെടുത്ത് എറിഞ്ഞു കളക. ഒരിക്കലും കണ്ണ് ചുഴഞ്ഞെടുക്കണം എന്ന് ഒരു അടിസ്ഥാന ഉപദേശം ബൈബിളിലില്ല. നിന്റെ വലത്തെ കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ വെട്ടി എറിഞ്ഞു കളക. വലത്തെ കൈ വെട്ടിയെറിയണം എന്നൊരു അടിസ്ഥാന ഉപദേശം ബൈബിളിലില്ല. കാര്യം ഇത് യേശു പഠിപ്പിച്ചെങ്കിലും അപ്പോസ്തലന്മാർ ആവർത്തിച്ച് പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഏതോ സാഹചര്യത്തിൽ ഏതോ വിഷയത്തിൻ്റെ ഗൗരവം കുറയാതെ പഠിക്കേണ്ടതിന് ശിഷ്യന്മാരെ ആ വാചകങ്ങൾ പറഞ്ഞു കൊടുത്തുവെങ്കിലും അത് അടിസ്ഥാന ഉപദേശമാക്കേണ്ടതിന് വേണ്ടി കൊടുത്ത കൽപ്പനയല്ല. 2, അപ്പോസ്തലന്മാരുടെ കാലത്ത് വസ്തുക്കൾ വിറ്റ് പൊതുവക എന്ന് എണ്ണി. അത് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതാണ്, അന്നത്തെ സഭ പ്രാക്ടീസ് ചെയ്തതാണ്. പക്ഷെ ഇന്ന് അതൊരു ഉപദേശമല്ല. കാരണം അതിനെക്കുറിച്ചൊരു ദൈവകൽപ്പനയില്ല. ഒന്നൊരു ദൈവകൽപ്പന ഉണ്ടായിരിക്കണം, നിങ്ങളുടെ എല്ലാം വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കുക എന്നൊരു ദൈവകൽപ്പന ഉണ്ടായിരിക്കണം. ഇല്ല. യേശു ഒരിക്കൽ ധനികനായ ഒരു മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് എൻ്റെ കുറവെന്തോവാണ്, ഞാൻ തികഞ്ഞവനാണെന്ന് പറഞ്ഞ് സ്വയനീതീകരണത്തിന് ശ്രമിച്ച കൂട്ടത്തിൽ നീ ധനികനാണല്ലോ, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കുക എന്ന് യേശു ഒരു വ്യക്തിയോട് പറഞ്ഞ ചരിത്രമുണ്ട്. അത് ഒഴിച്ചാൽ വിറ്റ് സഭയ്ക്ക് കൊടുക്കുക എന്ന ഒരു പഠനം ദൈവം പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ചെയ്യുന്നവർ ഇന്നും ധാരാളമുണ്ട്. അവർക്ക് സ്വർഗത്തിലും ഭൂമിയിലും അതിൻ്റെ പ്രതിഫലവും കർത്താവ് കൊടുക്കുന്നുണ്ട്. അത് അവരും ദൈവവും തമ്മിൽ തീർക്കുന്നതാണ്. എൻ്റെ കണ്ണെനിക്ക് ഇടർച്ച വരുത്തുന്നത് കൊണ്ട് കണ്ണ് ചുഴഞ്ഞെടുത്ത് എറിഞ്ഞു കളയുകയാണെന്ന് ഒരാൾ പറഞ്ഞാൽ അയക്ക് അതിൻ്റെ പ്രതിഫലം കർത്താവ് കൊടുക്കും, ഈ ഭൂമിയിലും വരുവാനുള്ളതിലും. എൻ്റെ കയ്യെനിക്ക് ഇടർച്ച വരുത്തുന്നത് കൊണ്ട് വെട്ടി എറിഞ്ഞു കളയുകയാണെന്ന് ഒരാൾ പറഞ്ഞാൽ അദ്ദേഹത്തിന് അതിൻ്റെ പ്രതിഫലം സ്വർഗത്തിൽ ലഭിക്കും, നിശ്ചയമായും ലഭിക്കും. ഈ ഭൂമിയിലും ചിലതെല്ലാം നന്മകൾ ലഭിച്ചെന്ന് വരും. പക്ഷെ അതൊന്നും സഭയുടെ ഉപദേശമല്ല. സഭയുടെ ഉപദേശമാകണമെങ്കിൽ 1, ദൈവമായ കർത്താവ് അതിനെക്കുറിച്ച് പഠിപ്പിച്ചിരിക്കണം. 2, അപ്പോസ്തലന്മാർ ആവർത്തിച്ച് പഠിപ്പിച്ചിരിക്കണം. 3, ദൈവസഭ അത് പ്രാക്ടീസ് ചെയ്തിരിക്കണം. ഇവിടെ ഞാൻ അടിസ്ഥാന ഉപദേശങ്ങൾക്കൊരു ഉദാഹരണം പറയാം. ഒരുവൻ രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, വേർപാടാചരിക്കണം. ഇത് ദൈവം പഠിപ്പിച്ചതാണ്. യേശു തന്നെ എടുത്തു പറഞ്ഞു, പിതാവായ ദൈവം പറഞ്ഞു. അബ്രഹാമിനോട് സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ വേർപാടിനെ കുറിച്ച് പറയുന്നുണ്ട്. രക്ഷിക്കപ്പെടുക എന്ന പദം യേശുവിൻ്റെ വാഗുകൊണ്ട് വരുന്നുണ്ട്. രക്ഷ, സ്നാനം, വേർപാട് മുതലായ ഉപദേശങ്ങൾ ദൈവത്താൽ കൽപ്പിക്കപ്പെട്ടു. അപ്പോസ്തലന്മാർ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ധാരാളം പ്രാവശ്യം ഇതിനെ ആവർത്തിച്ച് പറഞ്ഞ് പഠിപ്പിച്ചു. 1-ാം നൂറ്റാണ്ടിലെ സഭ മുഴുവനും അത് പ്രാക്ടീസ് ചെയ്തു. ഈ 3 ഘടകങ്ങൾ ചേരുന്നത് കൊണ്ടാണ് അടിസ്ഥാന ഉപദേശങ്ങളായിരിക്കുന്നത്. ഓക്കെ, 1-ാം നൂറ്റാണ്ടിലെ സഭ തങ്ങൾക്കുള്ളതെല്ലാം വിറ്റു. അതുകൊണ്ട് 2-ാം കാലഘട്ടത്തിലെ സഭ ദാരിദ്ര്യത്തിലൂടെ പോയി. ആ സഭയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും കണ്ടവരെല്ലാം എതിർക്കുന്നതിനാൽ നിനക്ക് കഷ്ടതയുണ്ട്, നിനക്ക് ദാരിദ്ര്യവുമുണ്ട്. പക്ഷെ മറുവശം നീ ധനികനാണ്. യഥാർത്ഥ സമ്പത്ത് സ്വർഗത്തിലാണ്, നിങ്ങളുടെ പൗരത്വവും അവിടെയാണ്. കർത്താവായ പിതാവായ ദൈവം നിങ്ങളുടെ ദൈവമാണ്. താൻ ബഹുസമ്പത്തുകളുടെ യജമാനനാണ്, നിത്യതയിലെ ധനാഢ്യന. അതെ, നിങ്ങൾ സ്വർഗത്തിൽ ധനവാന്മാരാണ്. 1-ാമത്തെ കാര്യം കഷ്ടതയും ദാരിദ്ര്യവും ഞാൻ അറിയുന്നു. എബ്രായർ 10:34 നമ്മൾ മുമ്പേ തന്നെ കണ്ടു കഴിഞ്ഞു. സ്വർഗത്തിൽ സാക്ഷാൽ നിലനിൽക്കുന്ന സമ്പത്തുമുണ്ട് എന്നറിഞ്ഞതുകൊണ്ട് ഈ ഭൂമിയിലുള്ള വസ്തുക്കളുടെ അപഹാരം നിങ്ങൾ സന്തോഷത്തോടെ സഹിച്ചു. നിങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാണ്, സകലതും നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നു. 2, തങ്ങൾ യഹൂദരെന്ന് പറയുന്നുവെങ്കിലും യഹൂദരല്ല, സാത്താൻ്റെ പള്ളിക്കാരായവരുടെ ദൂഷണം അറിയുന്നു. ഇവരാരാണെന്ന് നോക്കണം. 1-ാം സഭയിൽ അറിയുന്നത് 1-ാമത്തെ കാര്യം കഷ്ടതയും ദാരിദ്ര്യവും. അത് മറുവശം നീ സമ്പന്നനാ, ഓക്കെ, അത് ഒന്നിച്ചു വെക്കാം. 2-ാമത്തെ കാര്യം തങ്ങൾ യഹൂദരെന്ന് പറയുന്നുവെങ്കിലും യഹൂദരല്ല, സാത്താൻ്റെ പള്ളിക്കാരായവരുടെ ദൂഷണം അറിയുന്നു. ഇത് അല്പം കൂടെ ഗൗരവം കൊടുത്ത് പഠിച്ചേ മതിയാകും. ട്രഡീഷണൽ, നോമിനൽ, നെയിംസേക്ക് ക്രിസ്ത്യൻസ്, പാരമ്പര്യപ്രകാരം ക്രിസ്ത്യാനി എന്നറിയപ്പെടുന്ന, സാധാരണഗതിയിൽ ക്രിസ്ത്യാനി എന്നറിയപ്പെടുന്ന നെയിംസേക്ക് ക്രിസ്ത്യൻസ്, പേരുകൊണ്ട് ക്രിസ്ത്യാനിയായവൻ. പാസ്റ്റർ വി.എ. തോമസ് എന്ന കർത്താവിൻ്റെ ദാസൻ സാധാരണ ഉപയോഗിച്ചിരുന്ന ഒരു പദപ്രയോഗമാണ് നേരിൽ ക്രിസ്ത്യാനിയും
പേരിൽ ക്രിസ്ത്യാനിയും രണ്ടും രണ്ടാ. ഒന്നുകൂടെ, നേരിൽ ക്രിസ്ത്യാനിയും സത്യമായി ക്രിസ്ത്യാനിയും പേരിൽ ക്രിസ്ത്യാനിയും നെയിംസേക്ക് ക്രിസ്ത്യാനിയും രണ്ടും രണ്ടാ. ഈ ട്രഡീഷണലായ നോമിനലായ നെയിംസേക്ക് ക്രിസ്ത്യൻസായ ഒരു വിഭാഗം ആളുകൾ സഭയിലേക്ക് വരും എന്നാണ് അവിടെ പറയുന്നത്. റോമാലേഖനം 9-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യമാണ് അതിൻ്റെ തെളിവിനായി നമുക്ക് വായിക്കാനുള്ളത്. റോമാലേഖനം 9-ാം അധ്യായം 7-ാമത്തെ വാക്യം. അബ്രഹാമിൻ്റെ സന്തതിയാകയാൽ എല്ലാവരും മക്കളെന്ന് വരികയില്ല, ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്നേ ഉള്ളൂ. അതിൻ്റെ അർത്ഥമോ, ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിൻ്റെ മക്കൾ, വാഗ്ദത്തപ്രകാരം ജനിച്ച മക്കളെ അത്രേ സന്തതി എന്ന് എണ്ണുന്നു. ജഡപ്രകാരം ജനിച്ചവർ ഒരുപാട് പേരുണ്ട്. ക്രിസ്തീയ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചതിനാൽ, ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതിനാൽ ഞാനും ക്രിസ്ത്യാനിയാണ് എന്ന് പറയുന്നവർ കളവായി പറയുന്നവർക്ക് തുല്യമാണ് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. എന്നാൽ വാഗ്ദത്തപ്രകാരം ജനിച്ചതിനെ സന്തതി എന്നെണ്ണുന്നു. എന്താണ് വാഗ്ദത്തം? ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വാഗൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുക. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുന്നു. വിശ്വസിക്കുക, സ്നാനപ്പെടുക, വേർപാടാചരിക്കുക എന്നിങ്ങനെ മറ്റു പല വാക്കുകൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 38 മുതൽ വായിക്കുമ്പോൾ മറ്റു പല വാക്കുകളാലും അവർ സാക്ഷ്യം പറഞ്ഞു, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുകയാണ് അഥവാ വേർപെട്ടിരിക്കണം എന്ന് അവരെ ഉപദേശിച്ചു എന്ന് നമുക്ക് കാണാം. ഈ ഘടകങ്ങളിലൂടെ പോകുന്നവരാണ് വാഗ്ദത്തപ്രകാരം ജനിച്ചവർ. അവനെ കൈക്കൊണ്ടവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ മക്കളാകുവാൻ അവർ അധികാരം കൊടുത്തു. അവർ ജഡത്തിൽ നിന്നല്ല, പുരുഷൻ്റെ ഇഷ്ടപ്രകാരവുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്, ആത്മാവിനാൽ വീണ്ടും ജനിച്ചവരാണവർ. ഈ സഭയുടെ ഈ പ്രത്യേക കാലഘട്ടത്തിൽ, 2-ാം കാലഘട്ടത്തിൽ രക്ഷിക്കപ്പെടാത്ത ഒരു വിഭാഗം സഭയിൽ കടന്നു. ഒന്നാമത്തെ സഭ വിശുദ്ധന്മാരും രക്ഷിക്കപ്പെട്ടവരും വില മുടക്കി കർത്താവിന് വേണ്ടി വന്നവരുമാണ്. പക്ഷെ അവരുടെ മക്കളായി പിറന്നവർ പേരുകൊണ്ട് മക്കളായി തുടർന്നു. അവർ വസ്തുക്കൾ എഴുതി വിറ്റ് കളഞ്ഞതിനാൽ ഇവർ ദരിദ്രന്മാരായി മാറി. അങ്ങനെ ദരിദ്രരാണെങ്കിലും നേരിൽ ക്രിസ്ത്യാനികൾ ധാരാളമുള്ളപ്പോൾ ഒത്തിരി പേർ പേരിൽ ക്രിസ്ത്യാനികളായി മാറി. പാരമ്പര്യപ്രകാരം, സ്വഭാവപ്രകാരം, അക്ഷരിക ജനനപ്രകാരം ക്രിസ്തീയ കുടുംബത്തിൻ്റെ അംഗങ്ങളായതുകൊണ്ട് ഞങ്ങളും ക്രിസ്തു കുടുംബത്തിൻ്റെ അംഗങ്ങളാണ്, ക്രിസ്ത്യാനികളാണ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ രംഗപ്രവേശനം ചെയ്തു. പള്ളിക്കാർ എന്ന പദം കൊണ്ട് എന്താണ് അർത്ഥം? കേവലം രക്ഷിക്കപ്പെടാത്ത ക്രിസ്ത്യാനികളെന്ന് മാത്രമല്ല, പള്ളിയിൽ അനേക വിഭാഗങ്ങൾ ഉള്ളതുപോലെ ഇവരുടെ ഇടയിലും അനേക വിഭാഗങ്ങളുണ്ട്. അതിനകത്ത് കള്ള അപ്പസ്തോലന്മാരുണ്ട്. ശരിയായ അപ്പസ്തോലന്മാരുണ്ടെങ്കിൽ സാത്താൻ്റെ പള്ളിയിൽ നിന്ന് വരുന്ന അപ്പസ്തോലൻ കള്ളന്. പാരമ്പര്യം കൊണ്ടോ ഒരു പതിവ് കൊണ്ടോ ആളുകൾ അങ്ങനെ വിളിച്ച പഴക്കം കൊണ്ടോ ആ പേരിലൊക്കെ അറിയപ്പെട്ടേക്കാം, പക്ഷെ സത്യത്തിൽ അല്ല. അപ്പോസ്തലന്റെ ലക്ഷണങ്ങൾ പൂർണ്ണ സഹിഷ്ണുതയാലും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും തെളിയിക്കപ്പെടുന്നു എന്ന് വിശുദ്ധ പൗലോസ് പറഞ്ഞു. ആ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർ അപ്പോസ്തലന്മാരെന്ന് സ്വയം വിശേഷിപ്പിച്ചാൽ, ഒന്നുകൂടെ ആവർത്തിക്കാം, അപ്പോസ്തലന്മാരെന്ന് പറയുന്നത് കർത്താവ് അയച്ചതുകൊണ്ട് സഭകൾ സ്ഥാപിക്കുവാൻ വേണ്ടി അയക്കപ്പെട്ടവരാണ്. അങ്ങനെയാണെങ്കിൽ അയക്കപ്പെട്ടവർ എന്നതിൻ്റെ ഒന്നാമത്തെ അർത്ഥം. 2, പുതിയ സഭകളുടെ സ്ഥാപനത്തിനു വേണ്ടി ദൈവം അയക്കുന്നവർ എന്നൊരർത്ഥമുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി അപ്പോസ്തലനായിരുന്ന പൗലോസ് പറയുമ്പോൾ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും പൂർണ്ണ സഹിഷ്ണുതയാലും അപ്പോസ്തലന്റെ ലക്ഷണങ്ങൾ എന്നിൽ പ്രകടമാകുന്നു എന്ന് താൻ പറയുന്നത് കാണാം. അങ്ങനെയാണെങ്കിൽ ഒരു അപ്പോസ്തലനാകണമെങ്കിൽ ഈ യോഗ്യതകൾ വേണം. അതുള്ളവർ സഭയ്ക്കുണ്ട്, ഇല്ലാത്തവരുമുണ്ട്. അവരെക്കുറിച്ച് പറയുന്നത് പള്ളിക്കാരാണ്. തങ്ങൾ യഹൂദനല്ലാതിരിക്കെ യഹൂദനെന്ന് കളവായി പറയുന്ന സാത്താൻ്റെ പള്ളിക്കാരാണ്. അപ്പസ്തോലികത്വത്തിൽ കപടം കടഞ്ഞു. ക്രിസ്തീയ പ്രവർത്തനങ്ങളിൽ ഓരോന്നിലും, ഞാൻ പറഞ്ഞില്ല, പള്ളി എന്ന് പറയുമ്പോൾ പള്ളിക്കകത്ത് ഒത്തിരി തരം ആളുകളുണ്ട്. പള്ളിക്കാർ, അതിനകത്ത് ഒത്തിരി തരം ആളുകളുണ്ട്. അങ്ങനെ വ്യത്യസ്ത ശുശ്രൂഷകന്മാർ ദൈവത്താൽ അയക്കപ്പെടാതെ, ദൈവിക ശുശ്രൂഷ ഇല്ലാതെ ശുശ്രൂഷകന്മാരായി അഭിനയിച്ചു, പ്രവാചകന്മാരായി അഭിനയിച്ചു. കള്ള ഉപദേഷ്ടാക്കന്മാർ, ദുരുപദേഷ്ടാക്കന്മാർ എന്നിവർ രംഗത്ത് വന്നു. അവർ ക്രിസ്തുവിൻ്റെ ഉപദേശം വിട്ടുകളഞ്ഞു, സ്വന്തമായൊരു ഉപദേശത്തിലേക്ക് മാറി. ഇതുകൊണ്ടാണ് ദൈവവുമായി ബന്ധമില്ലാത്ത ഇത്തരം ആളുകളെ സാത്താൻ്റെ പള്ളിക്കാരെന്ന
ഓമന പേരുകൊണ്ട് ഇവിടെ വിളിക്കുന്നത്. ആ സാത്താൻ്റെ പള്ളിക്കാരായവർ നുഴഞ്ഞു വരും, അവരുടെ വരവും എനിക്കറിയാം. ദുരുപദേഷ്ടാക്കന്മാരെ കുറിച്ച് യൂദാ അപ്പോസ്തലൻ പറയുന്ന അവർ നുഴഞ്ഞു വന്നവരാണ്. ഈ നുഴഞ്ഞു വരിക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്തുവാ? എല്ലാവരും കാണത്തക്കതുപോലെ പരസ്യമായി എൻ്റെ കയ്യിൽ ദുരുപദേശം ഉണ്ട് എന്ന് പറഞ്ഞു വന്നാൽ ആരും അവരെ അംഗീകരിക്കത്തില്ല, അവരെ അനുവദിക്കത്തില്ല എന്നതിനാൽ ഒരു നുഴഞ്ഞുകയറ്റമുണ്ട്. സാക്ഷാൽ ഗേറ്റിൽ കൂടെ അല്ലാതെ, വാതിലിലൂടെ അല്ലാതെ നുഴഞ്ഞു കയറ്റക്കാർ വരും എന്നതുപോലെ അനേകർ നുഴഞ്ഞു കയറുന്നത് കാണാം. ആ കൂട്ടത്തിൽ സാത്താനും വരും. ഈ സാത്താൻ്റെ പള്ളിക്കാർ വരുന്ന കൂട്ടത്തിൽ സാത്താനും വരും എന്ന് മറക്കരുത്. അങ്ങനെ നിക്കലാവോസിൻ്റെ നടപ്പ് ദോഷം ഉണ്ടാകാനിടയായി. നിക്കലാവോസിൻ്റെ ഉപദേശം എന്നൊരു ഘടകത്തിൽ നമ്മൾ വരും. അത് 3-ാം കാലഘട്ടത്തിലെ സഭയിലാണ്. അന്ന് ഞാൻ നിക്കലാവോസിനെ വിശദീകരിച്ചോളാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ 7 പേർ തിരഞ്ഞെടുക്കപ്പെടുന്ന കൂട്ടത്തിൽ 7-ാമത്തവൻ്റെ പേര് നിക്കലാവോസ് എന്നാണ്. അവൻ്റെ കയ്യിലാണ് ചില തകരാറുകൾ കണ്ടത്. അവനാണ് തൻ്റെ നടപ്പിൽ അല്പസ്വല്പം വ്യത്യാസം കാണിച്ചത്. അതാണ് നിക്കലാവോസിൻ്റെ ഉപദേശമെന്ന് പറയുന്നത്. നടപ്പെന്നും ഉപദേശമെന്നും പറയുന്നത് നമ്മളവിടെ പിന്നെ വന്നോളാം. 3-ാമത്തെ സഭാ കാലയളവിൽ വന്നോളാം. 3-ാമത്തെ കാര്യം ഞാൻ അറിയുന്നത്, നിങ്ങൾക്ക് ഒരു 10 ദിവസത്തേക്ക് ഉപദ്രവം ഉണ്ടാവും. അതിനെക്കുറിച്ച് നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ സഹിക്കാനുള്ളതിനെക്കുറിച്ച് പേടിക്കണ്ട. ഞാൻ ധൈര്യപ്പെടുത്തിക്കൊള്ളാം. ഞാൻ അതിനകത്തൊന്ന് വിടുതൽ തരാമെന്ന് ഡയറക്റ്റ് അല്ല, ഞാൻ അതിനകത്തൊന്ന് നിങ്ങളെ ധൈര്യപ്പെടുത്തിക്കൊള്ളാം. അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ഭയപ്പെടേണ്ട, അതിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട എന്നൊരാശയമാണ് കാണാൻ കഴിയുന്നത്. ഇനിയും നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട. അത് 10-ാമത്തെ വാക്യത്തിലാണ്. നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാവും. ഇവിടെ 2-3 കാര്യങ്ങൾ. പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കും. മറക്കരുത്, ഞാൻ മുമ്പേ പറഞ്ഞു, സാത്താൻ്റെ പള്ളിക്കാർ പോന്ന കൂട്ടത്തിൽ സാത്താനും കയറി. സഭയുടെ ഇപ്പോഴത്തെ പ്രത്യേകത, ഒരിടത്ത് സിംഹാസനം വെച്ച് യേശുകൊണ്ട് 7 നിലവിളക്കുകളുടെ നടുവിൽ സിംഹാസനസ്ഥനായി ദൈവസഭയെ ഭരിക്കുന്ന ഒരിടമാണത്. കൂട്ടത്തിൽ സാത്താൻ അകത്ത് കയറി, സാത്താൻ്റെ പള്ളിക്കാരുടെ പുറകെ അവനും കയറി. സിംഹാസനത്തിൽ യേശു ആണെങ്കിലും സാത്താൻ്റെ പള്ളിക്കാർ പുറകെ കയറി, സാത്താനും പള്ളിക്കാരുടെ കൂടെ കയറി. ഇന്ന് ആ സാത്താൻ നിങ്ങളെ തടവിലാക്കാൻ പോകാം. കള്ളക്രിസ്ത്യാനികളാൽ യഥാർത്ഥ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടും. ദുരുപദേഷ്ടാക്കന്മാർ യഥാർത്ഥ ഉപദേഷ്ടാക്കന്മാർ പീഡിപ്പിക്കപ്പെടും. ഈ ദിവസങ്ങളിൽ ധാരാളം അത് അനുഭവിക്കുന്നുണ്ട്. അന്നൊക്കെയും കള്ളപ്രവാചകന്മാരോടും ഇവർ ചെയ്തത് അവരെ പ്രശംസിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ ഇവർക്ക് അന്നും കല്ലെറിഞ്ഞിരുന്നു. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള ഈ ദുഃഖവും കഷ്ടവും സഹിക്കണം എന്ന് നിർബന്ധമായി പറഞ്ഞുകൊണ്ട് കർത്താവ് തരുന്ന കൃപയ്ക്കൊത്തവണ്ണം പിടിച്ചു നിൽക്കുവാൻ കർത്താവ് അനേക ശുശ്രൂഷകന്മാരെ ബലപ്പെടുത്തുന്നു. അവർക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. 3-ാമത്തെ കാര്യം ഞാൻ അറിയുന്നത്, നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. 10 ദിവസം എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. 10 ദിവസം എന്നത് വേദപുസ്തകത്തിൽ കുറച്ച് നാൾ എന്നൊരാശയം. അബ്രഹാമിൻ്റെ മകന് വേണ്ടി ഒരു ഭാര്യയെ എടുക്കേണ്ടതിന് തൻ്റെ ദാസനായ എലിയസറിനെ അബ്രഹാം തൻ്റെ പിതൃഭവനത്തിലേക്ക് അയച്ചു, അല്ലെങ്കിൽ തൻ്റെ ഭാര്യയുടെ സഹോദരൻ്റെ അടുക്കലേക്ക് അയച്ചു. അവിടെ ചെന്ന് റേച്ചലിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ റേച്ചലിൻ്റെ വീട്ടുകാരും മാതാപിതാക്കളും ചേർന്ന് അബ്രഹാമിൻ്റെ ദാസനോട് പറഞ്ഞത്, ബാല ഒരു 10 ദിവസം ഞങ്ങളുടെ കൂടെ താമസിക്കട്ടെ. അവിടെ 10 എന്നതിന് ഒരു കുറച്ച് നാൾ എന്ന അർത്ഥമാണുള്ളത്. ചില ദിവസങ്ങൾ അവൾ ഞങ്ങളോട് പാർക്കട്ടെ, അത് കഴിഞ്ഞ് നിനക്ക് അവളെ കൊണ്ടുപോകാം. അതായിരുന്നു വാക്കിൻ്റെ അർത്ഥം. 10 നാൾ, ഒരു കുറച്ച് നാൾ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഒരു പാട്ടുകാരൻ ഒരിക്കൽ ശക്തമായി ഇങ്ങനെ എഴുതി, 10 നാളെന്ന് എണ്ണാമുള്ള ഞൊടിയളവിൽ ഉള്ള കഷ്ടം. 10 നാളെന്ന് എണ്ണം പറയുന്ന നൊടിയളവിൽ കടന്നു പോകുന്ന ഒരു കഷ്ടം ദൈവസഭയ്ക്കുണ്ട്. അത് നിത്യകാല മഹത്വത്തിനാകയാൽ അത് സാരമില്ല എന്ന് ഞങ്ങൾ എണ്ണുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. ഭയപ്പെടരുത്. ഞാൻ മരണത്തെ ജയിച്ചവനാണ്. ഞാൻ മരണത്തെയും പാതാളത്തെയും ജയിച്ചവനാണ്. ഓക്കെ, ഒടുവിലായി നിങ്ങൾക്കൊരു റിവാർഡ് ലഭിക്കും. ജയിക്കുന്നവന് ഞാനൊരു റിവാർഡ് കൊടുക്കും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ജീവകിരീടം കൂടുതലും രക്തസാക്ഷികളായവർക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു കിരീടമാണ് ജീവകിരീടം.
വേദപുസ്തകത്തിൽ പുതിയ നിയമസഭയ്ക്ക് നിത്യതയിൽ ലഭിക്കുന്ന പല കിരീടങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതിനകത്തൊന്ന് ജീവകിരീടമാണ്. രക്തസാക്ഷികളായി മരിച്ചവർക്ക് ലഭിക്കുന്ന ഒരു കിരീടമാണ്. ജീവിച്ചിരിക്കയിൽ തന്നെ രക്തസാക്ഷിയായി പോകുന്ന അനുഭവങ്ങളുണ്ട്. റിച്ചാർഡ് വൂംബ്രാഡ് എന്ന പേരിൽ ഒരു റുമേനിയക്കാരൻ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ നേരെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുഭവ സാക്ഷ്യത്തിൽ പലതും നേരിട്ട് കേട്ടിട്ടുണ്ട്, പലതും വായിച്ചറിഞ്ഞിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് റുമേനിയയിൽ യേശുവിനെ സ്വീകരിച്ചു എന്ന കാരണത്താൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു. തൻ്റെ ശരീരത്ത് കമ്പി പഴിപ്പിച്ച് കുത്തിക്കിഴിച്ച കിഴുത്തകൾ തന്നെ പലതുണ്ടായിരുന്നു. ശരീരത്തിൻ്റെ അപ്പുറം ഇപ്പുറം ഇറങ്ങത്തക്കതുപോലെ കയ്യിലും മറ്റും കുത്തിക്കിഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങുന്ന ദ്വാരങ്ങൾ തൻ്റെ ശരീരത്തിലുണ്ടായി. തന്നെ പലപ്പോഴും ഫ്രീസ് ചെയ്ത് നശിപ്പിക്കേണ്ടതിന് വേണ്ടി വലിയ ആളിൻ്റെ വലിപ്പമുള്ള വലിയ ഫ്രീസറിനകത്താക്കി ഫ്രീസ് ചെയ്യുകയും താൻ പൂർണ്ണമായി ബോധരഹിതനായി എന്ന് മനസ്സിലാക്കുമ്പോൾ പതുക്കെ പുറത്തെടുത്ത് പതുക്കെ ചൂടാക്കി വീണ്ടും ജീവനിലേക്ക് കൊണ്ടുവരികയും ഇങ്ങനെ പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. റിച്ചാർഡ് വൂംബ്രാഡിനെ അന്ന് വിളിച്ചിരുന്നത് ദ ലിവിങ് മാർട്ടിയർ. ഇന്ന് അനേക ജയിലുകളിൽ കിടക്കുന്ന കർത്തൃദാസന്മാർ അനുഭവിക്കുന്ന പീഡകൾ വലുതാണ്. അവർ ലിവിങ് മാർട്ടിയേഴ്സാണ്. ഒരുപക്ഷെ തലച്ഛേദിക്കപ്പെട്ടവരെ പോലെയും കൈകാലികൾ വെട്ടിമുറിച്ച് മരണത്തിനു വേണ്ടി വിട്ടുകൊടുത്തവരെ പോലെയും തീക്കകത്തെരിച്ചു കളഞ്ഞവരെ പോലെയും ജടയാടുകളുടെയും കോലാടുകളുടെയും തോല് ധരിച്ച് മരിച്ചവരെ പോലെയും അവർ രക്തസാക്ഷികളായില്ലെങ്കിലും രക്തസാക്ഷിത്വത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ടവരും ആ രക്തസാക്ഷിത്വം അല്പാൽപമായി ജീവിതത്തിൽ അനുഭവിച്ചവരുമായ അനേക ദൈവമക്കൾ ഈ തലമുറയിൽ എൻ്റെ അറിവിലുണ്ട്, നമ്മുടെ അറിവിലുണ്ട്. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. പെന്തക്കോസ്ത് സഭകൾ ഒരു വ്യക്തിയെ സ്നാനപ്പെടുത്തി സ്നാനവെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോൾ സ്നാനം കൊടുക്കുന്നയാൾ സാധാരണഗതിയിൽ തലയിൽ കൈവച്ച് പറയുന്ന പദങ്ങളാണിത്. അനുഗ്രഹിപ്പാൻ അർഹതയുള്ള അഭിഷക്തനായ ഒരു വ്യക്തി മാത്രമേ സ്നാനത്തിന് ഇറങ്ങുന്ന പതിവുള്ളൂ. അങ്ങനെയുള്ളവരെ വേണം ഇറക്കുവാൻ. അങ്ങനെയുള്ള അഭിഷക്തന്മാരുടെ കൈക്കീഴിൽ വേണം സത്യത്തിൽ നാം സ്നാനമേൽക്കുവാൻ. അവരുടെ കൈവച്ചൊരു അനുഗ്രഹമുണ്ട്. സാധാരണ പെന്തക്കോസ്തൽ സഭകളിൽ സ്നാനപ്പെട്ട് കരുമ്പോൾ ഒരനുഗ്രഹമുണ്ട്, അല്ലെങ്കിൽ വേറൊരവസരം നിങ്ങൾക്കത് ലഭിച്ചെന്ന് വരാം. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. കർത്താവ് സഭകളോട് പറയുകയാണ്, ഞാൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചവനാ. നിങ്ങൾക്ക് മരണകരമായ സാഹചര്യമുണ്ട്, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, ജീവകിരീടം ഞാൻ നിനക്ക് തരും. 11-ാം വാക്യത്തിൻ്റെ ബി പാർട്ടിൽ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഭാഗത്ത്, ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. നിങ്ങളുടെ മുമ്പിൽ ഇനി വരുന്നുണ്ടൊരു രണ്ടാം മരണം. ഒന്നാമത്തെ മരണത്തിൽ ഈ ശരീരത്തിൽ നിന്ന് നാം വേർപെടുന്നു. രണ്ടാമത്തെ മരണത്തിൽ ദൈവത്തിങ്കിൽ നിന്ന് വേർപെടുകയാണ്. ആ രണ്ടാം മരണത്താൽ നിങ്ങൾക്ക് ദോഷം വരികയില്ല. ജയിച്ചാൽ, തോറ്റാലോ, തോറ്റവനെ ദൈവത്തിന് വിഷയമല്ല, അവൻ പരാജിതനാണ്. സഹോദരന്മാരെ, ഒരിക്കൽ ജയിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തന്നു. മരണപര്യന്തം വിശ്വസ്തരായിരിക്കാം, ആ ജയത്തിൽ നമുക്ക് തുടരാം. ദൈവത്തിൻ്റെ കൃപ നമ്മോടുകൂടെ ഉണ്ട് എന്ന് മറക്കരുത്. മരണപര്യന്തം വിശ്വസ്തരായിരിക്കുക, ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. 11-ാം വാക്യത്തിൽ എല്ലാ സഭകളിലുമുള്ള എല്ലാവർക്കുമായി ചെവിക്കൊള്ളുവാൻ കഴിയുന്നവൻ, കേൾക്കുവാൻ കഴിയുന്നവൻ ചെവിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞ് യേശു അവസാനിപ്പിക്കുന്നുണ്ട്. നമ്മുടെ തലമുറയിലും വളരെ പ്രാധാന്യമുള്ള പല കാര്യങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സാത്താൻ്റെ പള്ളിക്കാർ ഇന്നും ധാരാളമുണ്ട്. ഇത് രക്ഷിക്കപ്പെടാത്തവരെ ഉദ്ദേശിക്കുന്ന പദമാണ് സാത്താൻ്റെ പള്ളിക്കാർ. ആകാത്ത വേലക്കാരെ ഉപയോഗിക്കുന്ന പദമാണ് സാത്താൻ്റെ പള്ളിക്കാർ. ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പീൻ, നായികളെ സൂക്ഷിപ്പീൻ എന്നിത്യാദികൾ അപ്പോസ്തലന്മാർ പറയുന്നത് മറക്കരുത്. ഛർദ്ദിച്ചു കളഞ്ഞതിന് വേണ്ടി തിരിഞ്ഞു വരുന്ന, ഒരിക്കൽ ഉപേക്ഷിച്ച കാര്യങ്ങൾ തിരിച്ചെടുക്കുന്ന വല്ലാത്ത പ്രതിസന്ധി നിറഞ്ഞ ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ഇന്ന് നടക്കുന്നത്. അതുകൊണ്ടാണ് ആകാത്ത വേലക്കാരെ സൂക്ഷിക്കുക, അവരെക്കുറിച്ച് സ്വന്തം ഛർദ്ദിക്ക് തിരിയുന്ന നായ എന്ന് പറഞ്ഞത്. കുളിച്ചിട്ട് വീണ്ടും ചെളിയിൽ ഉരുളുവാൻ ആഗ്രഹിക്കുന്ന പന്നി. പ്രത്യേക വേഷവിധാനങ്ങൾ, പ്രത്യേക വസ്ത്രധാരണ രീതികൾ, ആഭരണങ്ങൾ എന്നിവ ദൈവത്തിനു വേണ്ടി ഉപേക്ഷിച്ചവർ അതിനകത്തും നിലനിൽക്കേണ്ടതാണ്. പിന്മാറ്റത്തിലേക്ക് പോകുമ്പോൾ, ലോകമോഹങ്ങൾക്ക് അടിമകളാകുമ്പോൾ അവ മടങ്ങി വന്നാൽ
തിരുവചനം അവരെ വിളിക്കുന്ന പേരുകൾ ഇതൊക്കെയാണെന്ന് അറിഞ്ഞുകൊണ്ട്, മാത്രവുമല്ല രണ്ടാം മരണത്തിന് അവരധീനരാണെന്ന് അറിഞ്ഞുകൊണ്ട് ജീവനുമായി ഓടുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. പള്ളിക്കാർ ഇന്ന് ധാരാളമുണ്ട്. ഇതിൽ രക്ഷിക്കപ്പെടാത്തവരെ ഉദ്ദേശിക്കുന്നുണ്ട്, ഇതിനകത്ത് ദുരുപദേഷ്ടാക്കന്മാരെ ഉദ്ദേശിക്കുന്നുണ്ട്, ഇതിനകത്ത് പിന്മാറ്റക്കാരെ ഉദ്ദേശിക്കുന്നുണ്ട്. ഇവരെ എല്ലാം അടക്കിയാണ് സാത്താൻ്റെ പള്ളിക്കാർ എന്ന് പറയുന്നത്. ഞാനൊരു കൊച്ചു കൺക്ലൂഷനിൽ വരട്ടെ ഈ രണ്ടാം ലേഖനത്തിന്. ഒന്നാം സഭയിൽ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. ഒന്നാം സഭയുടെ തുടക്കം ഒന്നുകൂടെ ആവർത്തിക്കാം. ക്രിസ്തു സിംഹാസനസ്ഥനായി സഭയുടെ കേന്ദ്രബിന്ദുവാണ്. ആദ്യ സ്നേഹം അവർ നഷ്ടപ്പെടുത്തി. കള്ള അപ്പസ്തോലന്മാർ സഭയിൽ കടന്നു. രണ്ടാമതായി കള്ള അപ്പസ്തോലന്മാർ സഭയിൽ കടന്നു. 3 കള്ള ശുശ്രൂഷകന്മാർ സഭയിൽ കയറി. കള്ള ഉപദേശം, ദുരുപദേശം, പണ്ഡിതിനെ പാഷാണ്ഡ ഉപദേശം എന്ന് വിളിച്ചിരുന്നു. പാഷാണ്ഡോപദേശം എന്ന പേരിലായിരുന്നു സഭ പണ്ഡിതിനെ അറിഞ്ഞിരുന്നത്. ദുരുപദേഷ്ടാക്കന്മാർ സഭയിൽ കടത്തി. ഇതിനിടയ്ക്ക് സതുപദേശവും ദുരുപദേശവും ചേർത്ത് പ്രചരിപ്പിക്കുന്ന ഒരു കൂട്ടരെ കാണാം. എന്തിനെയാ കാണാത്തത്? കാര്യം ഇരുളിൻ്റെ സാമ്രാജ്യം ശക്തിമത്താണ്. ഇരുളിൻ്റെ സാമ്രാജ്യം വെളിച്ചത്തിൻ്റെ സാമ്രാജ്യത്തോട്, പ്രകാശത്തിൻ്റെ സാമ്രാജ്യത്തോട് എന്നുമെന്നും പോരിടുന്നതാണ്. അതിൻ്റെ പോരാട്ടത്തിൻ്റെ മധ്യത്തിൽ നേരെ നിൽക്കുവാൻ നമ്മെ ശക്തീകരിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. രംഗത്തുണ്ട്. നിക്കലോവിയരുടെ നടപ്പ് ഒന്നാം സഭ പാലിച്ചു വന്നു, അഥവാ നിക്കലാവോസിൻ്റെ ഉപദേശം ഒന്നാം സഭ ഭാഗികമായി അംഗീകരിച്ചു. അതവർ വെറുത്തു. സഭയുടെ സത്യവീരന്മാർ അതിനെ വെറുത്തു. എന്നാൽ ഇതനുസരിച്ച് നടക്കുന്നവരുണ്ടായിരുന്നു. അവരെ ഒക്കെയും സഭ പുറത്താക്കി. അതിനായി സ്തോത്രം. ക്രിസ്ത്യാനിത്വത്തെ തന്നെ ഒരു നടപ്പെന്നാണ് പലപ്പോഴും വിളിച്ചു വന്നത്. പൗലോസ് പറയുമ്പോൾ ഈ മാർഗക്കാരായ ആരെയും കണ്ടാൽ അവരെയും പിടിച്ചുകെട്ടി തടവിലാക്കേണ്ടതിന് ദമസ്കോസിലുള്ള ശിഷ്യന്മാർക്കെതിരെ മഹാപുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് അധികാരപത്രം വാങ്ങി. വേറൊരിക്കൽ പൗലോസ് പറയുന്നു, ഇതിൻ്റെ വചനപ്രകാരം ഞാൻ ഈ മാർഗപ്രകാരം ഞാൻ പിതാക്കന്മാരുടെ ദൈവത്തെ ആരാധിക്കുന്നു. അതിന് ഈ മാർഗത്തിലാണ് ഞാൻ നടക്കുന്നത്. ക്രിസ്തുവിൻ്റെ മാർഗം. അതെ, ക്രിസ്തുവിൻ്റെ സഭ ഒരു ജീവിത ശൈലിയാണ്, ഒരു പ്രത്യേക നടപ്പിൻ്റെ ക്രമമാണ്, ഒരു ജീവിത ചിട്ടയും ചട്ടവുമാണ്. അതിലെ നടക്കുന്നവരെയാണ് ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചു വന്നത്. ഈ മാർഗക്കാർ എന്ന് അവരെ വിളിച്ചു. ഈ മാർഗക്കാരെ വല്ലവരെയും കണ്ടാൽ പിടിച്ചു കെട്ടണം. ഈ മാർഗക്കാർ അല്ലെങ്കിൽ ഈ നടപ്പുകാർ ഈ ദൈവസഭയിൽ ദൈവിക മാർഗപ്രകാരം, ദൈവിക മര്യാദ പ്രകാരം നടക്കുന്നതിൻ്റെ ഇടയിലാണ് നിക്കലാവോസിൻ്റെ ആളുകൾ കയറുന്നത്. ജഡമോഹത്തെയാണ് അവിടെ പ്രധാനമായും കുറിക്കുന്നത്. പിന്നത്തേതിൽ ഞാനത് വിശദീകരിക്കും. മൂന്നാം സഭയോടുള്ള ലേഖനങ്ങൾ എടുക്കുമ്പോൾ അവിടെ നിക്കലോവിയരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ എന്ന് കാണാം. അവിടെ വരുമ്പോൾ നമ്മൾ ആ പദത്തിൻ്റെ വിശദീകരണത്തിൽ പോകും. ഒരു മാർഗമാണിത്. എൻ്റെ മാർഗം ദൈവിക മാർഗമാണോ, അപ്പസ്തോലിക മാർഗമാണോ? നടക്കുന്നതിനകത്ത് എൻ്റെ ആരംഭം എവിടെയാണ്, ഞാൻ ഇന്ന് എവിടെയാണ് എന്നും ചിന്തിക്കുന്നവർക്കായി സ്തോത്രം. നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യേ. യേശു പറഞ്ഞു, മനുഷ്യപുത്രൻ മടങ്ങി വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്ന് സംശയിക്കുന്നു. ആ വിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസത്തിന് ഒത്തവണ്ണം നടപ്പിനെ ചേർത്തുകൊണ്ടാണ്. ഞാൻ വിശ്വസിക്കുന്നതിന് ഒത്തവണ്ണം യാത്ര ചെയ്യുന്നു, നടക്കുന്നു എന്ന നടപ്പിനെ ചേർത്തുകൊണ്ട് പറയുന്ന പദപ്രയോഗമാണത് ആ വിശ്വാസത്തിന് നടപ്പ്. ഓക്കെ, സാത്താൻ്റെ പള്ളിക്കാർ ഇവരോടൊപ്പം നടക്കുന്ന ഒരു കാലമുണ്ട്. പള്ളിക്കാരോടുകൂടെ സാത്താനും അകത്തു വന്നു. അവൻ ദൂഷണം പറഞ്ഞുകൊണ്ടിരുന്നു. സാത്താനെ തന്നെ നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ അപവാദം പറയുന്ന അപവാദി എന്നാണ് വിളിക്കുന്നത്. പരദൂഷണം പറയുന്നവനെ സാത്താൻ്റെ സേവകന്മാരെന്നാണ് ദൈവവചനത്തിൽ കൊടുത്തിരിക്കുന്ന പ്രധാന ആശയം, അഥവാ ദൈവവചനം ഊന്നി പറയുന്നത് അങ്ങനെയാണ്. സാത്താനും അകത്തു വന്നു. അവൻ കുറ്റം പറയാൻ തുടങ്ങി. മാത്രമല്ല, സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് ചിലരെ ജയിലിലാക്കാൻ തുടങ്ങി. സാത്താൻ താനും സഭയെ, വിശുദ്ധന്മാരെ തടവിലാക്കുവാൻ ശ്രമിച്ചു. അവർ വിജയിക്കുമെന്നും തടവിലാക്കുമെന്നും യേശു നേരത്തെ വിളിച്ചു പറഞ്ഞിരുന്നു. നിങ്ങളിങ്ങനെ പോയാൽ തടവിലായതുകൊണ്ടൊന്നും നിങ്ങൾ പരാജയപ്പെടത്തില്ല, നിങ്ങൾ പുറത്തു വരും, ദൈവം നിങ്ങളെ ആദരിക്കും എന്ന്, അതിന് വലിയ പ്രതിഫലമുണ്ട് എന്നിങ്ങനെ ദൈവം കർത്താവ് തന്നെ സഭയോട് വാക്കു പറഞ്ഞിട്ടുണ്ട്. ജീവകിരീടം രക്തസാക്ഷികൾക്ക് ലഭിക്കുന്ന പ്രത്യേകതയാണ്. നിനക്ക് ജീവകിരീടം ലഭിക്കുമെന്ന് പറഞ്ഞു. എപ്പോൾ വരെ? അന്തം വരെ ക്ഷമിച്ചു നിന്നാൽ. എനിക്കൊന്ന് രണ്ടാമത്തെ സഭയോടുള്ള ദൂത് നമുക്കിവിടം കൊണ്ട് അവസാനിപ്പിക്കാം.
AD 96 ഇത് അവസാനിക്കുകയാണ്. കാര്യം 96 മൂന്നാം സഭയുടെ ആരംഭമായി. പെർഗമോസ് സഭയ്ക്ക് നമ്മൾ കണ്ടത് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ബാധകമാകാതെ കർത്താവ് നമ്മെ രക്ഷിക്കേണ്ടതിന് നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഞാനൊരു വാക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് നിർത്തട്ടെ. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, തിരുമുമ്പിൽ ഇരിക്കുവാനും പഠിപ്പാനും ചിന്തിപ്പാനും ഞങ്ങൾക്ക് തന്ന അവസരത്തിനായി സ്തോത്രം. അല്പം ആഴത്തിൽ വെളിപ്പാട് പുസ്തകത്തിലെ 7 ലേഖനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ചിന്തിക്കുവാനും സഭയുടെ കേന്ദ്രബിന്ദുവായിരുന്ന ക്രിസ്തു അവിടെ നിന്ന് എങ്ങനെ പുറത്തായി ഞാൻ വാതുക്കൽ നിന്ന് മുട്ടുന്നുവെന്ന് പറയുന്ന കാലഘട്ടം വരെ കർത്താവെ ഞങ്ങൾ അധപ്പതിപ്പാനും കാരണമായത് എന്ത് എന്ന് പടിപടിയായി ഞങ്ങൾ ചിന്തിക്കുക. ആദ്യ സ്നേഹം ഞങ്ങളുടേത് കുറയല്ലേ? ആദ്യ വിശ്വാസത്തിൻ്റെ തീഷ്ണത ഞങ്ങളിൽ ഒരിക്കലും കുറയരുതേ. കർത്താവേ, അരുതാത്തതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കരുതേ. സാത്താൻ്റെ പള്ളിക്കാരും സാത്താൻ്റെ ജീവിത ശൈലിയും സാത്താൻ്റെ ഉപദേഷ്ടാക്കന്മാരും ഞങ്ങളിൽ കയറി പറ്റുവാൻ ഇടയാകരുതേ. ഞങ്ങളുടെ ചെവി തുറന്ന് അങ്ങയുടെ വചനം ശ്രദ്ധിക്കട്ടെ. അങ്ങയുടെ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഒരു പുതിയ തീരുമാനത്തോടെ ദൈവത്തിന് വേണ്ടി പുതിയ ശക്തിയോടെ നിൽക്കുവാൻ, തീരുമാനങ്ങൾ ഉറപ്പിക്കുവാൻ അങ്ങയുടെ ജനത്തിന് കൃപ കൊടുക്കണേ. മഹത്വം കർത്താവിനാകട്ടെ. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ.